എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ആ പ്രകൃതി ശക്തിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയുക എന്ന ഈ കർമ്മം ചെയ്യാനുള്ള ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിരിക്കുന്ന ആ ശക്തി അമ്മയുടെ പാദങ്ങളിൽ അമ്മയോട് അനുഗ്രഹവും അനുവാദവും നൽകാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 20. വിതുരരും മൈത്രേയ മഹർഷിയും തമ്മിലുള്ള സംഭാഷണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈത്രേയ മഹർഷി വിതുരർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, നമുക്കൊക്കെ ഭഗവാന്റെ വരാഹാവതാര കഥയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പകുതി പറഞ്ഞ് നിർത്തി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഭഗവാന്റെ വരാഹാവതാരമായിട്ട് ആ കഥയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ വീണ്ടും തിരിച്ചും അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് ആ പറഞ്ഞു നിർത്തിയ ഭാഗത്തേക്ക്. അതായത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച്, സ്വയംഭൂവമനവും ശതരൂപയും ഉണ്ടായതും പിന്നെ അവരിലൂടെ സൃഷ്ടികർമ്മം നടന്നത് എങ്ങനെയാണ്, ബ്രഹ്മദേവൻ എങ്ങനെയാണ് പിന്നീട് ആ സൃഷ്ടിയെ നടത്തിയത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം ഒന്ന് ഓർമ്മപ്പെടുത്തിയത് നമുക്ക് ഇന്നലത്തെ സത്സംഗത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ബ്രഹ്മദേവൻ ഉണ്ടായതും ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ആരംഭിച്ചതും ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ നിഴലിൽ നിന്ന് ആദ്യം 5 വിഭാഗങ്ങളിലുള്ള അവിദ്യ, അജ്ഞാനമാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ സ്വന്തം ശരീരത്തോടുള്ള ആ ഒരു അഭിമാനം, ആ ഒരു സംതൃപ്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട ബ്രഹ്മദേവൻ ദുഃഖത്തോടു കൂടി ആ ശരീരത്തെ ഉപേക്ഷിക്കുകയാണ്. ആ ഉപേക്ഷിച്ചപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നും യക്ഷരാക്ഷസന്മാർ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് രാത്രി ഉണ്ടായത് എന്ന് പറഞ്ഞു. പിന്നെ അതോടുകൂടിയാണ് വിശപ്പും ദാഹവും എന്ന വികാരങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത വിശപ്പും ദാഹവും വന്നപ്പോൾ ബ്രഹ്മാവിനെ തന്നെ തിന്നാനായിട്ട് അവർ ഓടി വരികയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ അവരെ നോക്കിയിട്ട്, എന്നെ ഭക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണേ, നിങ്ങൾ എൻ്റെ പുത്രന്മാരായിട്ട് ജനിച്ചു പോയല്ലോ. അതായത് ബ്രഹ്മാവിൻ്റെ പോലും നിയന്ത്രണത്തിലല്ലാത്ത വിധത്തിലുള്ള സൃഷ്ടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പം അതിനുശേഷം പിന്നെ നമ്മൾ കേട്ടത് എന്തായിരുന്നു? അതിനുശേഷം പിന്നെ ബ്രഹ്മദേവൻ്റെ ശരീരത്തിൽ നിന്നും ദേവന്മാരും പകലും ഉണ്ടായി. അത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അല്ലേ. ദേവന്മാരും പകലും ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞു. ശരീരം അങ്ങനെയല്ലേ പറഞ്ഞു നിർത്തിയത്? അതെ, ദേവന്മാരും ആ പകലും ഉണ്ടായത്. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഇനി തുടർന്നുള്ള ശ്ലോകങ്ങൾ കേൾക്കുന്നതിന് മുൻപ് ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ആ ശ്ലോകം കേൾക്കാനായിട്ട്. അപ്പോഴേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അതായത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതിൻ്റെ കാരണം മനസ്സിൻ്റെ സങ്കല്പമാണ് എന്ന് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിൻ്റെ സങ്കല്പമാണ് എല്ലാ കർമ്മങ്ങളും നടക്കാനുള്ള കാരണം. ഇപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ എങ്ങനെയെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ പുരുഷനും പ്രകൃതിയും ചേർന്ന പരമാത്മാവിൻ്റെ സങ്കല്പമാണ് ഇവിടെ ഉണ്ടായത്, ഈ പ്രപഞ്ചം ഉണ്ടാവാനുള്ള കാരണം. പരമാത്മാവ് ആഗ്രഹിക്കുകയാണ് ഞാൻ ആരാണെന്ന് അറിയണമെന്ന്. ആ ആഗ്രഹം, ആ സങ്കല്പം, ഇച്ഛ ഉണ്ടായപ്പോൾ മായ ഉണർന്നു, പ്രകൃതി ഉണർന്നു, മായ ഉണർന്നു, ത്രിഗുണങ്ങൾ വ്യതിചലനം സംഭവിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പം മനസ്സിൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് പ്രപഞ്ചം പോലും ഉണ്ടായിരിക്കുന്നത് എന്ന്, മായ പോലും ഉണർന്നത് ആ മനസ്സിൻ്റെ സങ്കല്പത്തിൽ നിന്നാണെന്ന്
മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യം എടുക്കുക. എന്താണോ നമ്മുടെ ചിന്തകൾ, നമ്മുടെ സങ്കല്പങ്ങൾ, ആ സങ്കല്പമാണ് നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലുമുള്ള അനുഭവങ്ങളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മുടെ സങ്കല്പമാണ്. മനസ്സ് എന്താണോ ചിന്തിക്കുന്നത് ആ സങ്കല്പത്തിൽ നിന്നാണ് സകലതും ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ കാണുകയും കേൾക്കുകയും തരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ. ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പമാണ്. ആ സങ്കല്പം മാറിയാൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നാണ് ഭാഗവതം പറയുന്നത്. നമ്മുടെ സങ്കല്പം മാറിയാൽ ജീവിതത്തെ തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. ഇത് ദേവന്മാർ തന്നെ നമുക്ക് കാണിച്ചു തരികയാണെന്ന്. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, ഇതിനെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് മാറ്റിയാൽ മതി. ഈ സാഹചര്യം മാറില്ല എന്ന് പറയില്ലേ, കാണുന്ന കാഴ്ചപ്പാട് മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ അനുഭവിക്കുന്നത് ആരാ എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഒരു വിഷമം ഉണ്ടാവുമ്പോൾ ആ വിഷമത്തെ അനുഭവിക്കുന്ന ആളാരാ? ആരാണ് ആ വിഷമത്തെ അനുഭവിക്കുന്നത്? ആരാണ്? ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല, ഇല്ലല്ലോ. അപ്പൊ എന്താ ആത്മാവ് എന്ന് പറഞ്ഞാൽ? പരമാത്മാവ്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ രണ്ടുപേര്, ജ്ഞാനസ്വരൂപനാകുന്ന പുരുഷനും ശക്തി സ്വരൂപിണിയായ പ്രകൃതിയും അല്ലേ? അപ്പോ ഇതിൽ അനുഭവിക്കുന്ന ആളാരാ? ഞാൻ. ആ ബോധസ്വരൂപനാണ് ഈ അനുഭവിക്കുന്നത്. അനുഭവിപ്പിക്കുന്ന ആ അനുഭവത്തെ കൊടുക്കുന്നതാരാ? ശക്തി. മനസ്സിലായോ? ശക്തിയാണ് ആ അനുഭവത്തെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആ പ്രശ്നത്തെ, അല്ലെങ്കിൽ നമ്മുടെ ആ ദുഃഖത്തെ, അല്ലെങ്കിൽ നമ്മൾ കേട്ടതിനെയും കണ്ടതുമായിട്ടുള്ള ആ കാര്യങ്ങളെ അത് നമ്മൾ എങ്ങനെ കാണുന്നു, ഇതിനെയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ തന്നെ മനോതലം, നമ്മുടെ തന്നെ മനസ്സിൻ്റെ സങ്കല്പമാണ് നമ്മളുടെ ജീവിതത്തെ തന്നെ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ തോട്ടാണ്, നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ സങ്കല്പമാണ് ഈ പ്രകൃതി നമുക്ക് മുന്നിൽ ഒരുക്കി തരുന്ന നമ്മൾ അനുഭവിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണം. ഈ ഒരു വലിയ തത്വത്തെയാണ് ബ്രഹ്മദേവന്റെ സൃഷ്ടി. സങ്കല്പം വേണമെന്നാണോ വേണ്ടെന്നാണോ ടീച്ചറെ? സങ്കല്പം വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? പറയൂ. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്കൊരു ജോലി കിട്ടും, നമ്മൾ അങ്ങനെ സങ്കല്പിച്ച് അതിനുവേണ്ടി ശ്രമിക്കണം എന്നാണ് ടീച്ചർ ഇപ്പൊ പറയുന്നതിന്റെ അർത്ഥം? അല്ല, ഇപ്പൊ ജോലി കിട്ടണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് സങ്കല്പം, എനിക്കത് കിട്ടും. നമ്മൾ ആ സങ്കല്പം എന്താണോ, ഇപ്പോൾ സങ്കല്പമാണ് ആ സംഭവത്തെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. ഈ സങ്കല്പം തന്നെ രണ്ട് വിധത്തിലുണ്ട്. പോസിറ്റീവായിട്ടുള്ള സങ്കല്പമുണ്ട്, നെഗറ്റീവായിട്ടുള്ള സങ്കല്പമുണ്ട്. എനിക്ക് കിട്ടില്ല അല്ല, ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് അതൊന്നും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന സങ്കല്പം എന്താ? നെഗറ്റീവാണോ പോസിറ്റീവാണോ? നെഗറ്റീവ് സങ്കല്പമാണ്. അപ്പോൾ എല്ലാവരും നമ്മളോട് പറയും പോസിറ്റീവായി വിചാരിക്കൂ, എനിക്ക് ജോലി കിട്ടും എന്ന് വിചാരിക്കുന്ന സങ്കല്പം എന്താ? പോസിറ്റീവ് സങ്കല്പമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ ഭൗതിക ലോകം, സാധാരണ മനുഷ്യർ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല പോസിറ്റീവ് സങ്കല്പം. യഥാർത്ഥ സങ്കല്പം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഈ സങ്കല്പം എവിടെയാണ് നടക്കുന്നത്? മനസ്സിലാണ് സങ്കല്പം നടക്കുന്നത്. മനസ്സില്ലായ്ക ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. മനസ്സില്ലാണ്ടിരിക്കുമോ? ഇല്ല. മനസ്സ് എപ്പോഴും ഉണ്ടാവും. മനസ്സ് എന്ന് പറയുന്ന കാണാൻ കഴിയാത്ത ആ ഇന്ദ്രിയം നമ്മളിൽ എപ്പോഴും ഉണ്ട്, ഇല്ലേ? ആ മനസ്സിലാണ് ഈ സങ്കല്പങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനെ പോസിറ്റീവ് സങ്കല്പമോ നെഗറ്റീവ് സങ്കല്പമോ എന്ന് നമ്മുടെ സമൂഹം പറയുന്നു. ഏതൊരു കാര്യത്തിനെയും സംഭവിക്കില്ല അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് വിചാരിക്കുന്നത് നെഗറ്റീവ് സങ്കല്പവും, ശരിയാവും നടക്കും എന്ന് വിചാരിക്കുന്നത് പോസിറ്റീവ് സങ്കല്പവും ആണെന്നാണ് സാധാരണ ജനങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് രണ്ടും അല്ല ശരി. യഥാർത്ഥത്തിൽ പോസിറ്റീവ് സങ്കല്പം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണോ നമുക്ക് വിധിച്ചിരിക്കുന്നത്, അപ്പോൾ ആ ജോലി കിട്ടണമെന്നാണോ പ്രകൃതി നിശ്ചയമെങ്കിൽ എനിക്കത് തീർച്ചയായും കിട്ടും, അതിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഇനി എനിക്കത് വേണ്ട, അത് എനിക്ക് അനുയോജ്യമായിട്ടുള്ളതല്ല, അതെൻ്റെ ശ്രേഷ്ഠതയ്ക്ക് നല്ലതല്ല എങ്കിൽ ആ ജോലി എനിക്ക് വേണ്ട എന്ന് പ്രകൃതി അതാണ് നിശ്ചയിക്കുന്നതെങ്കിൽ എനിക്കത് വേണ്ട, അതിനോടും ഞാൻ സന്തോഷമായി സ്വീകരിക്കുന്നു. ഈ സങ്കല്പമാണ് പോസിറ്റീവ് സങ്കല്പം. മനസ്സിലായോ?
അതാണ് പോസിറ്റീവ് സങ്കല്പം. അല്ലാണ്ട് കിട്ടും 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 എന്ന് വിചാരിച്ചിരിക്കുന്നത് പോസിറ്റീവ് സങ്കല്പമല്ല. അപ്പൊ എന്താ കുഴപ്പം വരികയെന്നറിയോ? അപ്പൊ പ്രകൃതി നിശ്ചയം നേരെ മറിച്ചാണെങ്കിൽ ഈ കിട്ടും കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുടെ എല്ലാ പോസിറ്റീവ് മൂഡും പോയിട്ട് അയാൾ മാനസികമായി തകരില്ലേ? തീർച്ചയായില്ലേ? അത് എപ്പോഴും അങ്ങനെ സംഭവിക്കുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പോസിറ്റീവ് സങ്കല്പം മനസ്സിൽ നമ്മൾ സങ്കല്പിക്കേണ്ടത് എന്ത് കാര്യമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും പ്രകൃതി നിശ്ചയം അതാണെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇനി പ്രകൃതി എനിക്കത് നല്ലതല്ല എന്നാണ് നിശ്ചയിക്കുന്നതെങ്കിൽ എനിക്കത് വേണ്ട. മനസ്സിലായോ? അപ്പോൾ പ്രകൃതിക്ക് അറിയാം അത് നല്ലതാണോ നല്ലതല്ലേ എന്ന്. നമുക്കല്ലല്ലോ നമ്മുടെ ഭാവിയിലേക്ക് നാളെ എന്തെന്ന് അറിയുന്നത്. പ്രകൃതിക്കറിയാം അതെനിക്ക് നല്ലതോ നല്ലതല്ലയോ എന്ന്. അപ്പോൾ ആ അമ്മ നിശ്ചയിക്കുന്നത് എന്തോ അതിനെ ഞാൻ സ്വീകരിക്കുന്നു. ഇതാണ് പോസിറ്റീവ് സങ്കല്പം. പക്ഷേ ഈ സങ്കല്പം ഒന്നും ഇന്ന് നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഉള്ളിലില്ല. നമ്മളൊക്കെ ഒരുപാട് അങ്ങനത്തെ സങ്കല്പം വരിക ആർക്കാ? ആ പ്രകൃതിയുടെ അതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. ഈ സങ്കല്പത്തെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. അതായത് ഈശ്വര നിശ്ചയത്തിനായി വിട്ടുകൊടുത്ത് ജീവിക്കാം. ആ ഈശ്വര നിശ്ചയം എന്തോ അതിനെ സ്വീകരിക്കാൻ മനസ്സ് തയ്യാറായിട്ടിരിക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തെ ആർക്ക് കൊടുത്തു? നമ്മളാണോ നിശ്ചയിക്കുന്നത്? നമ്മളാണോ ആഗ്രഹിക്കുന്നത്? നമ്മൾ കാത്തിരിക്കുകയാണോ? അല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തെ ആ ഭഗവാന് കൊടുത്തു. ഭഗവാന്റെ ഇച്ഛയെന്തോ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു. ഈ സങ്കല്പത്തെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. ഇപ്പൊ റൂട്ട് ക്ലിയർ ആയോ? ഈ സങ്കല്പം പക്ഷെ എല്ലാവർക്കും സാധ്യമല്ല. നമ്മളൊക്കെ ഈ ഭൗതിക ലോകത്ത് ആ മോഹം ഈ മോഹം അത് വേണം ഇത് വേണം എന്നിങ്ങനെയുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ജീവിക്കുന്നവരാണല്ലോ. അപ്പൊ നമ്മുടെ സങ്കല്പം അതൊരിക്കലും പോസിറ്റീവോ അല്ല നെഗറ്റീവ് എന്നും പറയാൻ പറ്റില്ല. കാരണം അതല്ല യഥാർത്ഥത്തിൽ വേണ്ട സങ്കല്പം. പക്ഷേ നമുക്കൊക്കെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഓരോന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് വ്യത്യാസം. ഈ മനസ്സ് എന്ന് പറയുന്നത് ഏത് 3 കണങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്? 3 ത്രിഗുണങ്ങളോട് കൂടിയാണ് നിൽക്കുന്നത് അല്ലേ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ത്രിഗുണങ്ങളും ആണ് മനസ്സിലുള്ളത്. അപ്പോൾ നമ്മളിലൊക്കെ ചില സമയത്ത് സത്വഗുണം കൂടി നിൽക്കും. അപ്പം നമ്മളുടെ ചിന്തകളൊക്കെ വളരെ സാത്വികമായിരിക്കും. ചില സമയത്ത് നമ്മളിൽ രജോ ഗുണം കൂടിയിരിക്കും. അപ്പം നമ്മളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഊർജ്ജസ്വലമായ പ്രവൃത്തിയായിരിക്കും. ചില സമയത്ത് തമോ ഗുണം കൂടി നിൽക്കും നമ്മുടെ മനസ്സിൽ. ആ സമയത്ത് എന്താ സംഭവിക്കുക? നമ്മുടെ കർമ്മങ്ങളും പ്രവൃത്തികളും ഒക്കെ വളരെ മൗഢ്യത നിറഞ്ഞ ആലസ്യത്തിലുള്ള അവസ്ഥയിലായിരിക്കും നമ്മൾ ഇരിക്കുക അല്ലേ? അപ്പോൾ നമ്മളിൽ ഈ സത്വരജ തമോ ഗുണങ്ങൾക്കനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾക്ക് മാറ്റം വരില്ലേ? ഒരു തമോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളുടെ ചിന്ത ഒരിക്കലും പോസിറ്റീവായിരിക്കില്ല, നല്ല ചിന്തയായിരിക്കില്ല അല്ലല്ലോ. അപ്പോൾ നമ്മളുടെ ആ മനസ്സ് തമോ ഗുണത്തിൽ നിൽക്കുന്ന സമയത്ത് കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകളൊക്കെ മോശമായിരിക്കും. ആ സമയത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങളും മോശമായിരിക്കും. മനസ്സിലായോ? നമ്മൾക്ക് തമോ ഗുണം കൂടി നിൽക്കുന്ന മനസ്സിൽ തമോ ഗുണം കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ തോട്ട്സുകൾ മോശമായിരിക്കും. നമ്മൾക്ക് അനുഭവിക്കാൻ കിട്ടുന്ന കാര്യങ്ങളും നമ്മളിൽ നിന്ന് നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും ഒക്കെ മോശമായ കാര്യങ്ങളായിരിക്കും. ഒന്നും നമുക്ക് നല്ലത് സന്തോഷം തരുന്ന കാര്യങ്ങൾ സംഭവിക്കില്ല. നമ്മളിൽ സത്വഗുണം കൂടി നിൽക്കുന്ന സമയത്തോ നമ്മുടെ മനസ്സിൽ സത്വഗുണം കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ വളരെ പോസിറ്റീവായിരിക്കും, സത്ചിന്തകളായിരിക്കും. അതായത് വളരെ മനോനിയന്ത്രണം, വളരെ സാത്വികമായ ചിന്ത, നമ്മളുടെ ശക്തി, നമ്മളുടെ കഴിവെന്ത്, അതിലൊക്കെ വളരെ വളരെ ആത്മസംതൃപ്തി, വളരെ കോൺഫിഡൻസ് ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് നമ്മളിലേക്ക് വരുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളായിരിക്കും. മനസ്സിലായോ? അപ്പം മനസ്സിൻ്റെ ചിന്തകളും മനസ്സിൻ്റെ സങ്കല്പവും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ത്രിഗുണങ്ങളെ ആശ്രയിച്ചിട്ട് ആ ത്രിഗുണങ്ങൾക്കനുസരിച്ച് മനസ്സിൻ്റെ സങ്കല്പം എന്ന് വെച്ചാൽ ചിന്തകൾ മാറി മറിയുന്നതിനനുസരിച്ച് നമുക്ക് അനുഭവിക്കാൻ ലഭിക്കുന്ന കാര്യങ്ങളും നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും ഒക്കെ മാറുന്ന അർത്ഥം. മനസ്സിലായോ? ഈ ഒരു ഈ ഒരു കാര്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ കേൾക്കുക. കാരണം ബ്രഹ്മാവിൻ്റെ പോലും നിയന്ത്രണത്തിലല്ലാത്ത രീതിയിൽ, ബ്രഹ്മാവ് പോലും ആഗ്രഹിക്കാത്ത രീതിയിൽ ബ്രഹ്മാവിൽ നിന്നും സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രജകളുടെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് പല വിധത്തിൽ. എല്ലാം ബ്രഹ്മാവ് എന്ന് പറയുന്നത് സ്വയംഭൂവായിട്ട് പ്രകാശിച്ച ഭഗവാനാണ്. ആ ഭഗവാനിൽ നിന്നാണ് രാക്ഷസന്മാരും അസുരന്മാരും ഇതുപോലെ മോശപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവണേന്ന് ആലോചിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എവിടെയാണ്
നല്ലവരും കെട്ടവരും എന്നുള്ള വ്യത്യാസം അവർ പോലും ഉണ്ടായത് ആ ഭഗവാനിൽ നിന്നുമാണ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാരണം അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബ്രഹ്മദേവൻ പോലും ശരീരമനോബുദ്ധിയോടുകൂടി മായയിൽ എടുത്ത രൂപമാകുമ്പോൾ, മായയോട് ചേർന്നപ്പോൾ എടുത്ത രൂപമാണ് ബ്രഹ്മാവിൻ്റെ രൂപമെങ്കിൽ മായയുടെ ത്രിഗുണങ്ങൾ, സത്വരജ തമോ ഗുണങ്ങൾ ബ്രഹ്മാവിൻ്റെ മനസ്സിനെയും ബാധിക്കും. അപ്പോൾ ബ്രഹ്മദേവന്റെ മനസ്സ് സത്വഗുണം കൂടി നിൽക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ വളരെ സംതൃപ്തനും സന്തോഷവാനുമായിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവിൽ നിന്നും ദേവന്മാരും നല്ലതൊക്കെ ഉണ്ടാവും. ബ്രഹ്മാവ് നിരാശയിലും ദുഃഖത്തിലും നിൽക്കുന്ന സമയത്തിന് കാരണം എന്താ? ബ്രഹ്മാവിൻ്റെ മനസ്സിൽ തമോ ഗുണം കൂടി നിൽക്കുന്ന സമയത്ത് ബ്രഹ്മദേവന്റെ മനസ്സ് വളരെയധികം നിരാശയിലും ദുഃഖത്തിലും അസംതൃപ്തിയിലും നിൽക്കുന്ന സമയത്ത് ബ്രഹ്മാവിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടി മുഴുവൻ അങ്ങനത്തെ സൃഷ്ടികളായിരിക്കും. മനസ്സിലായോ? അപ്പം ഈ ലോകത്ത് എന്തുകൊണ്ടാണ് ഈ രാക്ഷസന്മാർ, അസുരന്മാർ, ഈ പൈശാചികമായ കർമ്മങ്ങൾ, പ്രവൃത്തികൾ ഇതൊക്കെ എവിടുന്നാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഈ ലോകത്ത് നന്മ മാത്രമല്ലല്ലോ, നല്ലവർ മാത്രമല്ലല്ലോ, കെട്ടവരുമുണ്ട്, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരുമുണ്ട്, അസുരന്മാരുമുണ്ട്, തെറ്റായ ചിന്തകളുണ്ട്, തെറ്റായ പ്രവൃത്തികളുണ്ട്, നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും ഇടകലർന്നതാണ് ഈ ലോകം എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ഇതൊക്കെ സൃഷ്ടിച്ച ബ്രഹ്മദേവൻ പോലും മായയാകുന്ന ത്രിഗുണങ്ങളോട് ചേർന്ന ശരീരമനോബുദ്ധിയിൽ നിന്നും വന്നതാണ്. അപ്പോൾ ആ മനസ്സിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും വ്യതിചലനം സംഭവിച്ച് ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ച് ഇതിലേതു ഗുണമാണോ കൂടി നിൽക്കുന്നത് ആ ഗുണത്തിനനുസരിച്ച് ബ്രഹ്മദേവന്റെ തന്നെ സങ്കല്പങ്ങൾ മാറി മറിയുന്നു. ആ സങ്കല്പത്തിനനുസരിച്ച് ബ്രഹ്മാവിൽ നിന്നും വരുന്ന സൃഷ്ടിയിൽ നല്ലതും ചീത്തയും ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ സകലതും മായയോട് കലർന്ന ത്രിഗുണാത്മകമായിട്ടാണ് സകലതും നിൽക്കുന്നത് എന്നർത്ഥം. അപ്പോൾ അതുപോലും ഈശ്വരനിൽ നിന്നാണോ നല്ലതും ചീത്തവരും ഒക്കെ ഈശ്വരനിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് നമ്മൾ ഒരു വഴി കൂടെ നടന്നു വരാം, നമ്മളൊരു പറമ്പ് കാണാൻ പോവുക, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ വഴിപ്പോടെ പോകുമ്പോൾ ഒരാൾ നമ്മളോട് പറയാണ്, അയ്യോ ആ വീട് വളരെ മോശമാട്ടാ, അവിടെ താമസിച്ചവർക്കൊന്നും നല്ലത് വന്നിട്ടില്ല, അപ്പടി ദുർനിമിത്തങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഒരു വഴിപോക്കൻ നമ്മളോട് പറഞ്ഞാൽ, അത് കേട്ടാൽ നമ്മൾ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ? ഈ ഒരു സങ്കല്പം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ ഇല്ലേ? ആ ഒരു സങ്കല്പത്തോടു കൂടി നമ്മൾ അവിടെ നിൽക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ആ വീട് നമ്മൾ മേടിച്ചു, ആ സങ്കല്പം ഉള്ളിലുണ്ടാവുമ്പോൾ തീർച്ചയായും അവിടെ താമസിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് സംഭവിക്കുക? ഒരുപാട് നെഗറ്റീവ് ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാവും. മനസ്സിലായോ? അപ്പം അത് ഉണ്ടാവാനുള്ള കാരണം എന്താ? ആ വീട്ടിൽ താമസിക്കുന്ന ആ വ്യക്തിയുടെ തോട്ട് ഫോംസ് ആകുന്ന തരംഗങ്ങൾ, മനസ്സിലായ? ആ വ്യക്തിയുടെ ചിന്തകൾ, സങ്കല്പമാകുന്ന എനർജി, അതാണ് അവിടെ പല പല അസ്വസ്ഥതകളും നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇതേപോലെ തന്നെയാണ് പോസിറ്റീവായ കാര്യം. ഇപ്പം നമ്മൾ വീടിനകത്ത് ഒരു ദോഷം ഉണ്ടെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ പോയി ഒരു പൂജാരി, എത്രയോ ആൾക്കാർ പൂജകളൊക്കെ കഴിപ്പിക്കുന്നു. അപ്പോൾ ഒരു പൂജ കഴിപ്പിച്ചു എന്ന് വിചാരിക്കാം. ആ പൂജ കഴിയുന്നതോടുകൂടി അതോടുകൂടി ആ ദോഷമൊക്കെ മാറുന്നു. അപ്പം നമുക്ക് പൂജയിൽ അടിയുറച്ച വിശ്വാസം വരുന്നു. സത്യത്തിൽ അവിടെ നടന്നത് എന്താണെന്നറിയോ? ആ പൂജ ചെയ്യുന്നതോടുകൂടി ആ വീട്ടിലെ അംഗങ്ങൾ, ചുറ്റുമിരുന്ന് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന അംഗങ്ങളെല്ലാവരുടെയും മനസ്സിലൊരു സങ്കല്പം ഉറക്കുകയാണ്. അതായത് ഈ കർമ്മം ഇവിടെ നടക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ സകല ദുരിതങ്ങളും പോകുന്നു. അവസാനം തിരുമേനി പറയണ എല്ലാം ഭംഗിയായി എന്നും കൂടി കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കല്പം, നമ്മുടെ ഉപബോധ മനസ്സ് അത് സ്വീകരിച്ചു, ഉറച്ചു മനസ്സിൽ നമുക്ക് ഇനി ഇവിടെ ഒരു ദോഷവും ഇല്ലയെന്ന്. അപ്പം നമ്മുടെ സങ്കല്പം അതായി. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ദോഷവും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. അതിൽ പോസിറ്റീവായ സങ്കല്പത്തെ ഉറപ്പിക്കുക. മനസ്സിലായോ? നല്ല സച്ചിന്തയെ ഉറപ്പിക്കാൻ വേണ്ടി പോലും ഉള്ളതാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാതും.
ഒരു ചരട് ജപിച്ച് കെട്ടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു ആ ചരട് കെട്ടുന്നതിലോടുകൂടി എൻ്റെ എല്ലാ ഭയവും പോകുന്നു, എൻ്റെ എല്ലാ ആപത്തുകളും പോകുന്നു, എൻ്റെ സങ്കല്പം ശക്തിപ്പെട്ടു, എനിക്ക് പൂർണ്ണ വിശ്വാസമായി ദേവി എന്നെ രക്ഷിക്കുമെന്ന്. അതോടെ അവൻ്റെ ദുരിതങ്ങൾ മാറുന്നു, ആപത്തുകൾ വരുന്നില്ല. അവിടെ എന്താ എന്നാൽ ആ ചരട് കെട്ടുന്നതിന് മുന്നേ വരെയുള്ള ഒരാഴ്ച ഭയങ്കര ഭയമായിരുന്നു. എനിക്കത് സംഭവിക്കോ, ഇത് സംഭവിക്കോ, ദോഷാണെന്ന് പറഞ്ഞു, അങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ ഭയം നിമിത്തം നടക്കുമ്പോൾ വീഴുക, തട്ടിത്തടഞ്ഞ് വീഴുക, അതെടുക്കുമ്പോൾ വീഴുക, ഇതെടുക്കുമ്പോൾ വീഴുക, എല്ലാം. അതെന്താണ് ആ എനർജി അങ്ങനെ പ്രവർത്തിക്കാൻ കാരണം? സങ്കല്പം ഭയമാണ്. മനസ്സിലായോ? ചരട് ജപിച്ച് കെട്ടിയപ്പോൾ സങ്കല്പം മാറി, അപ്പോൾ എനർജി മാറി. മനസ്സിലായോ? അപ്പോൾ മനസ്സിൻ്റെ സങ്കല്പമാണ് സകലതിനെയും സൃഷ്ടിക്കുന്നത് എന്ന തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇനിയുള്ള ശ്ലോകങ്ങൾ കേട്ടു നോക്കൂ. അപ്പോൾ കൂടുതൽ വിവരണങ്ങൾ തരേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നമ്മളിവിടെ ആദ്യം കണ്ടത് എന്താ? ബ്രഹ്മാവിൽ നിന്നും ആദ്യം തന്നെ 5 വിഭാഗത്തിലുള്ള വിദ്യ ഉണ്ടായപ്പോൾ ബ്രഹ്മാവിന് സന്തോഷമാണോ ദുഃഖമാണോ ഉണ്ടായത്? ബ്രഹ്മാവിൻ്റെ മനസ്സിൽ അസംതൃപ്തി, ദുഃഖം, ഇതാണല്ലോ എന്നിൽ നിന്ന് വന്നത്. അപ്പോൾ ആ ദുഃഖം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആ ദുഃഖത്തോടു കൂടി നിൽക്കുന്ന ബ്രഹ്മദേവൻ ശരീരം ഉപേക്ഷിച്ചപ്പോൾ ആ ശരീരത്തെ ആണ് അസുരന്മാർ, യക്ഷരാക്ഷസന്മാർ സ്വീകരിച്ചത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താ? ബ്രഹ്മാവ് ശരീരം ഉപേക്ഷിച്ചു, എനിക്ക് ഈ ശരീരം ഇനി വേണ്ട എന്നുള്ള അത്രമാത്രം അസംതൃപ്തിയോട് മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ അത് സത്വരജ തമോ ഗുണങ്ങളിൽ ഏതായിരിക്കും? തമോ ഗുണമായിരിക്കും അല്ലേ? ബ്രഹ്മദേവന്റെ മനസ്സിൽ തമോ ഗുണം, നിരാശ, അസംതൃപ്തി, അതാണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ തമോ ഗുണം കൂടി നിൽക്കുന്ന ബ്രഹ്മാവിൻ്റെ മനസ്സിൻ്റെ സങ്കല്പം എനിക്കിനി ശരീരം വേണ്ട എന്നുള്ള തോന്നൽ. മനസ്സിലായോ? ഇത്രയും മോശമായ സൃഷ്ടി എന്നിൽ നിന്ന് ഉണ്ടായ ഈ ശരീരം എനിക്ക് വേണ്ട എന്ന സങ്കല്പത്തിൽ ബ്രഹ്മദേവൻ നിന്നപ്പോൾ ആ തമോ ഗുണം കൂടി നിൽക്കുന്ന ചിന്തയിൽ നിന്നും പുറത്തേക്ക് വന്നത് ആരായിരുന്നു? രാക്ഷസന്മാരാണ് ഉണ്ടായത്. അപ്പോൾ ആ ഉണ്ടായ സമയം, അപ്പോൾ അവർ പുറത്തേക്ക് വന്നപ്പോൾ മുഴുവൻ തമോ ഗുണത്തിൻ്റെ അന്ധകാരമായിരുന്നു. അപ്പോൾ അവർ സ്വീകരിച്ചു ഇത് രാത്രി സമയം. അതുമാത്രമല്ല, അവർ വിശപ്പും ദാഹത്തോടും കൂടിയാണ്, അമിതമായ വിശപ്പോടും ദാഹത്തോടു കൂടി ആണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ അവർ ഭക്ഷിക്കാനായിട്ട് ബ്രഹ്മാവിനെ തന്നെ പിടിച്ചു തിന്നാൻ വന്നപ്പോൾ ബ്രഹ്മദേവൻ അവരെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. സംഭവിച്ചു പോയി, നിങ്ങൾ എൻ്റെ മക്കളായി പോയി. ഒരു നിമിഷം നേരെ എൻ്റെ മനസ്സിൽ നിന്നുണ്ടായ തമോ ഗുണം കൂടി നിന്ന ഒരു നിരാശയും അസംതൃപ്തിയൊക്കെ വന്ന അവസ്ഥയിൽ പുറത്തേക്ക് വന്നതാ അവര്. അപ്പൊ ബ്രഹ്മദേവന്റെ സങ്കല്പങ്ങൾ മാറി മറിയുന്നതിനനുസരിച്ച് സൃഷ്ടിയിൽ പല വിധത്തിലുള്ള സൃഷ്ടിയാണ് അവിടെ ശരീരത്തിൽ നിന്നും വന്നത് എന്നാണ് പറയുന്നത്. അതിനുശേഷം ബ്രഹ്മാവിൻ്റെ മനസ്സ് ഒന്നുകൂടി സത്വഗുണം കൂടി ബ്രഹ്മാവിൻ്റെ സങ്കല്പത്തിൽ, ആ മനസ്സിൻ്റെ സങ്കല്പത്തിൽ സത്വഗുണം ഒന്ന് ഏറി നിൽക്കുന്ന അവസ്ഥയിൽ മനസ്സൊന്ന് ശാന്തമായി. അവരോട് പറഞ്ഞില്ലേ എന്നെ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ മനസ്സൊക്കെ ഒന്ന് ശാന്തമായി. അപ്പോൾ സത്വഗുണം ഏറി നിന്നു മനസ്സിൽ. അപ്പോൾ മനസ്സൊന്ന് ശാന്തമായി സമാധാനമായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ നിന്ന് ആരാ പുറത്തേക്ക് വന്നത്? ദേവന്മാരാ. അപ്പോൾ ദേവന്മാർ വരികയും സത്വഗുണത്തിൻ്റെ പ്രകാശം, നേരത്തെ തമോ ഗുണത്തിൻ്റെ അന്ധകാരമായിരുന്നു, ഇപ്പം സത്വഗുണത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശം അതാണ് പകലെന്ന് ആ ദേവന്മാരും സ്വീകരിച്ചു, പകലായി സ്വീകരിച്ചു. മനസ്സിലായോ? ഇപ്പോൾ അത്രയും ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ശ്ലോകം 23. ദേവഃ അദേവാൻ ജഗനദഃ സൃജതി സ്മ അതിലോലുപാൻ താ ഏനം ലോലുപതയാ മൈഥുനായാം അഭിവേദിരേ. ദേവഃ അദേവാൻ ജഗനദഃ സൃജതി സ്മ അതിലോലുപാൻ താ ഏനം ലോലുപതയാ മൈഥുനായാം അഭിവേദിരേ. ദേവഃ ബ്രഹ്മദേവനിൽ നിന്നും അദേവാൻ എന്ന് വെച്ചാൽ അസുരന്മാർ, ജഗനദഃ എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ അരക്കെട്ട് നിതംബ ഭാഗത്തിൽ നിന്നും, അരക്കെട്ടിൻ്റെ അടിഭാഗം നിതംബ ഭാഗത്തിൽ നിന്നും സൃജതി ജന്മം കൊണ്ടു. സൃജതി സ്മ ജന്മം എടുത്തു. അതിലോലുപാൻ എന്ന് വെച്ചാൽ അതിരു കടന്ന ലൈംഗിക തൃഷ്ണയുള്ളവരായിട്ടുള്ള അസുരന്മാർ. അതിനുശേഷം അപ്പോൾ ദേവന്മാരുണ്ടായതിനു ശേഷം വീണ്ടും ബ്രഹ്മദേവന്റെ സങ്കല്പങ്ങൾ മാറുകയാണ്. ആ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താൽ വീണ്ടും തമോ ഗുണമേറി വന്ന ഒരു സമയത്ത് ബ്രഹ്മാവിൻ്റെ മനസ്സ് വീണ്ടും അസ്വസ്ഥമായപ്പോൾ ബ്രഹ്മദേവന്റെ അരക്കെട്ടിൻ്റെ അടിഭാഗം, നിതംബ ഭാഗത്ത് നിന്നും വളരെ കൂടുതലുള്ള കാമവികാരം കൂടുതലുള്ള അദേവാൻ എന്ന് വെച്ചാൽ അസുരന്മാർ പുറത്തേക്ക് വന്നു.
ഏനം ഏനം എന്ന് വെച്ചാൽ ആ ബ്രഹ്മദേവനെ തന്നെ ലോലുപതയ വളരെ കാമാസക്തിയോടുകൂടി മൈഥുനായ ഇണചേരുന്നതിന് വേണ്ടി അഭിഭേദിരെ സമീപിച്ചു എന്ന്. അഭിഭേദിരെ എന്ന് വെച്ചാൽ സമീപിച്ചു. അപ്പോൾ അവർ ആ കാമാസക്തിയോടുകൂടിയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ആസക്തിയോടുകൂടി വന്നിരിക്കുന്ന അവർക്ക് ഇണചേരാൻ ഒരാളെ കിട്ടാതായപ്പോൾ അവർ കാണുന്ന ശരീരം ബ്രഹ്മാവിൻ്റെ ശരീരമാണ്. അപ്പോൾ ബ്രഹ്മാവിനെ തന്നെ ഇണചേരുന്നതിന് വേണ്ടി സമീപിച്ചു. ശ്ലോകം 24. അപ്പോൾ ബ്രഹ്മദേവന്റെ സങ്കല്പമാണ് കേട്ടോ ഇതിനൊക്കെ കാരണം. അപ്പോൾ ആ സമയം ബ്രഹ്മാവിൻ്റെ ഇവർ ഈ കാമാസക്തിയോടുകൂടി അസുരന്മാർ പുറത്തേക്ക് വരാൻ തന്നെ കാരണം ബ്രഹ്മാവിൻ്റെ സങ്കല്പമാണ്. അപ്പോൾ ബ്രഹ്മാവിന് തമോ ഗുണം കൂടി നിൽക്കുന്ന ഒരു സമയമായപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാമവികാരം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആ സമയത്ത് അത്രമാത്രം കാമാസക്തിയുള്ള അസുരന്മാർ പുറത്തേക്ക് വന്നത്. അപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ അവർ ബ്രഹ്മാവിനെ തന്നെ ഇണചേരാനായിട്ട് സമീപിക്കാൻ തുടങ്ങി. മനസ്സിലായി? അപ്പം നമ്മൾ എപ്പോഴും പറയില്ലേ, നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു കാലഘട്ടവുമായിട്ട് ജീവിതവുമായി ഇതിനെ കൂട്ടിയോജിപ്പിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തല പുറത്തേക്ക് കാണുന്ന സമയം ഹോസ്പിറ്റലിൽ നേഴ്സ് സമയം പറയുമ്പോൾ ആ സമയം വെച്ച് നമ്മൾ ജാതകം ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ അതാണ് ഭാവി എന്ന് പറഞ്ഞ് ഇരിക്കും. പക്ഷേ ഇത് കലിയുഗത്തിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഇങ്ങനെയല്ല അത് കണക്കാക്കിയിരുന്നത്. അതായത് അച്ഛനും അമ്മയും തമ്മിൽ ഒന്നാകുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, കുഞ്ഞ് ഒരു ഭ്രൂണരൂപത്തിൽ അമ്മയുടെ ഗർഭത്തിൽ ജനിക്കാൻ തന്നെ ഒരു സമയം, അതാണ് അവർ കണക്കാക്കുന്നത്. അതാണ് ആ കുഞ്ഞിൻ്റെ ഭാവി തീരുമാനിക്കുന്ന സമയം. അതുകൊണ്ട് അതിനായിട്ടുള്ള ഒരു ദിവസവും സമയം അവർ കണക്കാക്കിയിട്ടാണ് വിവാഹത്തിന് ശേഷം ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെ. അപ്പം അങ്ങനെ അവിടെയാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, ആ സമയത്ത് ആ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലെ സങ്കല്പം എന്താണോ ആ സങ്കല്പമായിരിക്കും ആ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ സ്വഭാവം. മനസ്സിലായ? അതാണ് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ, അല്ലാണ്ട് കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് കാണുന്ന സമയം നോക്കി ജാതകം ഉണ്ടാക്കിയിട്ട് ആ ജാതകം നോക്കാൻ നടന്ന് പരിഹാരം ചെയ്യാൻ പോകുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ കലിയുഗത്തിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയായിരുന്നെങ്കിൽ അതിനു മുന്നേ അങ്ങനെ ആയിരുന്നില്ല. ആ മുന്നത്തെ യുഗങ്ങളിൽ അച്ഛനും അമ്മയും തമ്മിൽ ഒന്നാകുന്ന ആ ദിവസം നല്ല സമയം നോക്കിയിട്ട് ആ സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് വളരെ ശാന്തമായി സദ്ഗുണസമ്പന്നനായ ഒരു കുഞ്ഞിനെ നേടണമെന്ന സങ്കല്പം വെച്ചുകൊണ്ട് ഒന്നാകുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഭ്രൂണം, അതാണ് ആ കുഞ്ഞിൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ സങ്കല്പമാണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ക്യാരക്ടർ, സ്വഭാവം, ഭാവി ഇതിനെയൊക്കെ തീരുമാനിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൻ്റെ സങ്കല്പം. മനസ്സിലായ? ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രഹ്മാവിനിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സൃഷ്ടി വരാനുള്ള കാരണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഈ അസുരന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചപ്പോൾ ശ്ലോകം 24 തതഹ ഹസൻ സ ഭഗവൻ അസുരൈ നിരപത്രഭൈ അന്വീയമാനഃ തരസ ക്രൂധഃ ഭീതഃ പരാബതത് തതഹ. അപ്പോൾ ബ്രഹ്മാവ് സഹ ഭഗവൻ ഹസൻ, ആ ബ്രഹ്മദേവൻ, ഭഗവൻ എന്ന് വെച്ചാൽ ബ്രഹ്മദേവൻ, ഹസൻ എന്ന് വെച്ചാൽ ചിരിച്ചു. അതായത് ഇവർ ബ്രഹ്മാവിനെ തന്നെ ഇണചേരാൻ അടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ ബ്രഹ്മാവ് ആദ്യം ഒന്ന് തമാശ പോലെ ഒന്ന് ചിരിച്ചെങ്കിലും അസുരൈ നിരപത്രഭൈ, ലജ്ജയില്ലാത്ത ആ നിരപത്രഭൈ എന്ന് വെച്ചാൽ ലജ്ജയില്ലാത്ത ആസുരന്മാർ അന്വീയമാനഃ ബ്രഹ്മാവിനെ ഇണചേരുന്നതിനായി കാമാസക്തിയോടു കൂടി അടുത്തു വരുന്നത് കണ്ടപ്പോൾ തരസ വളരെ പെട്ടെന്ന് തന്നെ ക്രൂധഃ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. ആദ്യം ഒരു തമാശയെ തോന്നിയത്, പിന്നെയും അവര് ഒരു ലജ്ജയും ഇല്ലാതെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. അതോടൊപ്പം ഭീതഃ ഭയവും തോന്നിയിട്ട് പരാബതത് അവിടെ നിന്ന് ഓടിപ്പോയി. ബ്രഹ്മാവ് ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് ബ്രഹ്മദേവൻ അവിടെ നിന്ന് ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയിട്ട് ബ്രഹ്മാവ് അഭയം പ്രാപിക്കുന്നത് ഭഗവാൻ ശ്രീഹരിയുടെ അടുത്താണ്. അതാണ് ശ്ലോകം 25. സ ഉപവ്രജ്യ വരദം പ്രപന്നാർത്തിഹരം ഹരി അനുഗ്രഹായ ഭക്താനാം അനുരൂപ ആത്മദർശനം. സഹ ആ ബ്രഹ്മാവ് ഉപവൃജ്യ സമീപിച്ചു, വരദം ഭക്തർക്ക് വരം നൽകുന്നവനും, പ്രപന്നാർത്തിഹരം തൻ്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചവൻ്റെ അർത്ഥി ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനുമായ ഹരിയും ഭഗവാൻ ശ്രീഹരിയെ അനുഗ്രഹായ ഭക്താനാം, അതായത് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അനുരൂപ ആത്മദർശനം, ഭക്തന്മാരുടെ മനസ്സിൽ അവർ കാണുന്നത് ഏത് രൂപത്തിലാണോ ആ പരമാത്മാവിനെ കാണുന്നത് ആ രൂപത്തിൽ അവനെ അനുഗ്രഹിക്കാൻ ദർശനം നൽകുന്ന ഭഗവാൻ ശ്രീഹരിയെ ബ്രഹ്മദേവൻ സമീപിച്ചു എന്ന് മനസ്സിലായ?
അപ്പോൾ പേടിച്ച് ആദ്യം ചിരിച്ചെങ്കിലും ഇവരുടെ ലജ്ജയില്ലാതെ ഈ അസുരന്മാർ വരുന്നത് കണ്ടപ്പോൾ പേടിച്ച് ബ്രഹ്മാവ് നേരെ ഭഗവാൻ ശ്രീഹരിയെയാണ് അഭയം പ്രാപിച്ചത്. തൻ്റെ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നവൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന, ഭക്തന് വരം നൽകുന്ന, ഭക്തനെ അനുഗ്രഹിക്കാനായി അവൻ ഉള്ളിൽ ഏത് രൂപത്തിലാണോ ഭഗവാനെ സങ്കല്പിക്കുന്നത് ആ രൂപത്തിൽ തന്നെ അവന് ദർശനം കൊടുക്കുന്ന ഭഗവാൻ ശ്രീഹരിയെ ചെന്ന് കണ്ടു ബ്രഹ്മാവ്. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ശ്ലോകം 26, പാഹിമാം പരമാത്മൻ തേ പ്രേഷണേന അസൃജം പ്രജാഹ താ ഇമായബിതും പാപ ഉപാക്രാമന്തി മാം പ്രഭോ. അതായത് പാഹിമാം പരമാത്മൻ, അല്ലയോ പരമാത്മാവേ എന്നെ രക്ഷിക്കണേ, തേ അങ്ങയുടെ പ്രേഷണേന നിർദ്ദേശത്താൽ അസൃജം പ്രജഹ ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു, താ ഇമായാബിതും പാപ അതായത് ആ പ്രജകള് പാപികളായ അസുരന്മാരും രാക്ഷസന്മാരുമാണ്. അവർ യാബിതും എന്ന് വെച്ചാൽ കാമാസക്തി തീർക്കുവാനായി ഉപക്രാമന്തി മാം എന്നെ സമീപിക്കുന്നു. പ്രഭോ, അല്ലയോ പ്രഭോ എന്നെ രക്ഷിക്കണേ. അങ്ങ് നിർദ്ദേശിച്ചതുപോലെയാണ് ഞാൻ സൃഷ്ടികർമ്മം നടത്തുന്നത്. പക്ഷെ എന്നിൽ നിന്നും പുറത്തു വന്ന പാപികളായ അവരൊക്കെ അവരുടെ കാമാസക്തി തീർക്കാൻ വേണ്ടി എന്നെ തന്നെ സമീപിക്കുന്നല്ലോ പ്രഭോ, എന്നെ രക്ഷിക്കണേ എന്നാണ് ബ്രഹ്മദേവൻ ശ്രീഹരിയോട് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ഭഗവാനെ ഒന്ന് പുകഴ്ത്തുകയാണ്. ശ്ലോകം 27, ത്വമേകഃ കില ലോകാനാം ക്ലിഷ്ടാനാം ക്ലേശനാശനഃ ത്വമേകഃ ക്ലേശതഃ തേഷാം അനാസന്നപദാം തവഃ ത്വമേക അങ്ങ് ഒരേ ഒരാൾ മാത്രമാണ്. കില തീർച്ചയായും, ലോകാനാം ക്ലിഷ്ടാനാം ഈ ലോകത്ത് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ ക്ലേശനാശനഃ സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നത് അങ്ങ് ഒരാൾ മാത്രമാണല്ലോ. ഇനി ത്വമേകഃ അങ്ങ് ഒരാൾ മാത്രമാണ്. ആസന്നപദാം തവ അനാസന്ന പദാം തവ അനാസന്ന എന്ന് വെച്ചാൽ അങ്ങയുടെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കാത്ത, അങ്ങയുടെ ഭക്തരല്ലാത്ത തവ എന്ന് വെച്ചാൽ അങ്ങയുടെ ഭക്തരല്ലാത്ത ഭൗതിക ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്ന തേഷാം മനുഷ്യർക്ക് ക്ലേശം നൽകുന്നത്, ദുഃഖം നൽകുന്നത് അങ്ങൊരാൾ മാത്രമാണ്. അപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ചവരുടെ സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതും അങ്ങൊരാൾ മാത്രമാണ്. അങ്ങയെ ശരണാഗതി അടയാതെ, അങ്ങയുടെ തൃപ്പാദങ്ങളെ ആരാധിക്കാതെ പൂജിക്കാതെ ഞാൻ എന്ന അഹങ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് നിത്യവും ദുഃഖവും ദുരിതവും നൽകുന്നത് അങ്ങൊരാൾ മാത്രമാണല്ലോ ഭഗവാനെ. എന്ന് വെച്ചാൽ ഭഗവാൻ ശിക്ഷിച്ച് ദുഃഖവും ദുരിതവും നൽകുക എന്നല്ല അതിൻ്റെ അർത്ഥം. ആശ്രയിക്കാൻ ഒരാളുണ്ടാവുമ്പോഴല്ലേ ദുഃഖമില്ലാതാകുന്നത്. നമുക്ക് കൊണ്ടുപോയി സമർപ്പിക്കാൻ, പറഞ്ഞു തീർക്കാൻ. നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിലൊരു ദുഃഖം വരുമ്പോൾ അത് നമുക്ക് പറഞ്ഞ് തീർക്കാൻ ഒരാളുണ്ടെങ്കിൽ പകുതി ഒരു ആശ്വാസമാവും അല്ലേ. ഇന്നത്തെ കാലത്ത് മനുഷ്യന് നമ്മളെ കേൾക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖം. അതുകൊണ്ട് ഈ വേദനകൾ മുഴുവനും പറഞ്ഞു തീർക്കാൻ പറ്റാതെ, കേൾക്കാൻ ആളില്ലാതെ ഉള്ളിൽ ഒതുക്കി നടന്ന് ആ സ്ട്രെസ് കൊണ്ട് ശരീരത്തിന് പലവിധത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് മനസ്സിൻ്റെ സമനില തെറ്റി ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഇന്ന് കാണുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ ഒന്ന് സമാധാനപൂർവ്വം അടുത്തിരുന്ന് നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇന്നൊരാളില്ല. ആർക്കും അതിനുള്ള നേരവും ഇല്ല, സമയവും ഇല്ല. മറ്റൊരാൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ചെലവഴിക്കാൻ ഇന്ന് ആർക്കും സമയമില്ല. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും ഇന്ന്. അപ്പോൾ അങ്ങനെ നമുക്കൊരാൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ദുഃഖങ്ങളും മനസ്സിലുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഒരു സമാധാനം കിട്ടുന്നു അല്ലേ. നമ്മുടെ ദുഃഖത്തിൻ്റെ പകുതി കുറയുന്നു. അതായത് നമ്മൾ ആ വ്യക്തിയെ ആശ്രയിച്ചപ്പോൾ നമ്മുടെ ദുഃഖത്തിൻ്റെ പകുതി കുറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഈ സകല സുഖങ്ങളും ദുഃഖങ്ങളും ജയപരാജയങ്ങളും ഈശ്വരനിൽ സമർപ്പിക്കുമ്പോൾ, ഇതേപോലെ ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ, അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദുഃഖത്തിന് നല്ല സമാധാനം, അവരുടെ ദുഃഖമൊക്കെ അതോടെ ഇല്ലാതാകുന്നു. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ സമർപ്പിക്കാത്തവർക്കോ, അങ്ങനെ ഭഗവാനിലേക്ക് കൊടുക്കാൻ കഴിയാത്ത, അങ്ങനെ മനസ്സില്ലാത്തവർക്ക്, ഭക്തിയില്ലാത്തവർക്ക് അവരവരുടെ പ്രശ്നങ്ങൾ മനസ്സിലിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക.
ഇതിനൊക്കെ കാരണം എന്താ? ഇതിനൊക്കെ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് എൻ്റെ തന്നെ മനസ്സിൻ്റെ സങ്കല്പമാണ് ഇതിന് കാരണം. ഇതൊന്നും തിരിച്ചറിയാൻ അറിവൊന്നും ഇല്ലാതെ ഇതിങ്ങനെ പേറി നടക്കുമ്പോൾ അവർക്ക് ദുഃഖത്തിന് കുറവ് വരുന്നില്ല, അവരുടെ ദുഃഖം ഇല്ലാതാവുന്നില്ല, കൂടുന്നേ ഉള്ളൂ. അതാണ് പറയുന്നത്, ഭക്തിയില്ലാത്തവന്മാരുടെ ദുരിതം കൊടുക്കുന്നതും അങ്ങാണ്, ഭക്തിയുള്ളവരുടെ ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നതും അങ്ങ് ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് അങ്ങ് എന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണേ എന്ന് ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുകയാണ് ശ്രീഹരിയോട്. ശ്ലോകം 28. സഹ അവതാര്യ അസ്യ കാർപ്പണ്യം വിവിക്ത അധ്യാത്മദർശനഃ വിമുഞ്ച ആത്മതനും ഘോരാം ഇതി യുക്തഃ വിമുമോച. സഹ ആ ഭഗവാൻ ശ്രീഹരി അവതാര്യ അറിഞ്ഞൂന്ന് അസ്യ ഇപ്രകാരം കാർപ്പണ്യം ഇപ്രകാരം തൻ്റെ മുന്നിൽ വന്ന് നിന്ന് കരയിഞ്ഞു പ്രാർത്ഥിക്കുന്ന ബ്രഹ്മദേവൻ്റെ, അതാണ് അസ്യ, ആ ബ്രഹ്മദേവൻ്റെ കാർപ്പണ്യം എന്ന് വെച്ചാൽ ദുഃഖത്തെ ഭഗവാൻ മനസ്സിലാക്കി. വിവിക്ത ആധ്യാത്മദർശന, എല്ലാവരുടെയും മനോസങ്കല്പങ്ങളെ അറിയാവുന്ന ഭഗവാൻ ശ്രീഹരി ബ്രഹ്മാവിൻ്റെ മനസ്സിൻ്റെ ദുഃഖവും എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ബ്രഹ്മദേവനോട് ഉപദേശിച്ചു. എന്താണ് പറഞ്ഞത്? വിമുഞ്ച ആത്മതനു, നീ നിന്റെ ശരീരം ഉപേക്ഷിക്കുക. കാരണം എന്താ? നിന്റെ ശരീരത്തെക്കുറിച്ചുള്ള നിന്റെ ചിന്ത, ബ്രഹ്മാവിനോട് പറയാണ്, അങ്ങയുടെ ശരീരത്തെക്കുറിച്ചുള്ള അങ്ങയുടെ സങ്കല്പമാണ് ഇത്യാദി പ്രശ്നങ്ങളും ഇത്യാദി സൃഷ്ടിയും ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ അങ്ങയുടെ ശരീരത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങയിൽ നിന്ന് തന്നെ വന്ന പുത്രന്മാർ ഓടി വരുന്നത് അങ്ങയുടെ അടുത്തേക്ക്. അപ്പോൾ അതിനൊക്കെ കാരണം അങ്ങയുടെ ശരീരത്തോടുള്ള ശരീരബോധമാകുന്ന ആ സങ്കല്പം, അതാണ് അങ്ങനെയുള്ള മക്കൾ ഉണ്ടാവാൻ കാരണം. അവർ ആ ശരീരത്തെ ആഗ്രഹിച്ചു വരാൻ കാരണം. അപ്പോൾ അങ്ങ് ആ ശരീരത്തെ ആത്മതനു, ആ ശരീരത്തെ ഉപേക്ഷിക്കുക. ഘോരാം എന്ന് വെച്ചാൽ പരിശുദ്ധിയില്ലാത്ത, മനസ്സിലായ? ആ ശരീരത്തെ പരിശുദ്ധിയില്ലാത്ത എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രന്മാരാകുന്ന മക്കൾ പോലും ആ ശരീരത്തെ കണ്ട് കാമിച്ചിട്ടാണ് വരുന്നത് എങ്കിൽ അത്രയും പരിശുദ്ധിയില്ലാത്ത ആ ശരീരത്തെ അങ്ങ് ഉപേക്ഷിച്ചോളൂ. ഇത് യുക്ത, ഇപ്രകാരം ഭഗവാൻ പറഞ്ഞപ്പോൾ വിമുമോചഹ, ആ ബ്രഹ്മദേവൻ അതങ്ങ് ചെയ്തു, അനുസരിച്ചു എന്ന് മനസ്സിലായ? ബ്രഹ്മദേവൻ ആ ശരീരത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതും മനസ്സിൻ്റെ സങ്കല്പത്താണ്, അല്ലാണ്ട് ആ ശരീരം വെടിഞ്ഞു അങ്ങോട്ട് പോയി എന്നല്ല, ആ സങ്കല്പമാണത്. ശരീരബോധം എന്ന ആ സങ്കല്പത്തെ ബ്രഹ്മാവ് അങ്ങ് ഉപേക്ഷിച്ചു, അതാണ് അവിടെ പറയുന്നത്. ഇനി ശ്ലോകം 29. താം കൊണച്ചരണാം ഭോജാം മദവിഹ്വലലോചനാം കാഞ്ചി കലാപ വിലസത് ദുകൂല ചന്നരോദസം. ഇതിവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് കേട്ടോ. അതായത് വളരെ എന്താ പറയുക, മനുഷ്യരുടെ മനസ്സിനെ മതിപ്പിച്ചു കളയുന്ന കാമാസക്തിയോടുകൂടി നിൽക്കുന്ന ഒരു സ്ത്രീ സൗന്ദര്യം. ഇപ്പോൾ ഒരു വേശ്യ സ്ത്രീ എന്നൊക്കെ നമുക്ക് പറയാം, ഒരു വ്യഭിചാരിണി എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ അവളുടെ ആ ശരീര സൗന്ദര്യത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മാവ് ശ്രീഹരി പറഞ്ഞത് കേട്ട്, ഭഗവാൻ പറഞ്ഞത് കേട്ട് ബ്രഹ്മാവ് ആ ശരീരം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ നിമിഷം ബ്രഹ്മദേവൻ ആ സങ്കല്പം, ശരീരബോധം വെടിഞ്ഞ ആ സങ്കല്പത്തിൽ നിൽക്കുന്ന ആ സമയമാണ് സായം സന്ധ്യ എന്ന് പറയുന്ന സമയമായതെന്ന് മനസ്സിലായോ? സായം സന്ധ്യ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ശരീരത്തെ കണ്ട് മറ്റുള്ളവർ മോഹിക്കുന്നു എന്നൊക്കെ ബ്രഹ്മദേവൻ്റെ മനസ്സിലുണ്ട് ചിന്ത, മനസ്സിലായല്ലോ? ചിന്തകളെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ബ്രഹ്മാവിൻ്റെ മനസ്സിലെ ചിന്ത ആ ശരീരം കണ്ടാണ് എല്ലാവരും മോഹിക്കുന്നത്. അപ്പോൾ തൻ്റെ ശരീരം ഇത്രയ്ക്കും സൗന്ദര്യമുള്ള ശരീരം ആയതുകൊണ്ടാണല്ലോ മറ്റുള്ളവരിങ്ങനെ അതിനെ കാമിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ നിന്നുകൊണ്ട് ബ്രഹ്മാവ് എന്നിട്ട് പേടിച്ച് ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ അത് ആ ശരീരത്തെ മനസ്സിൽ നിന്ന് അങ്ങ് കളയൂ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഈ സങ്കല്പത്തോടു കൂടിയാണ് ബ്രഹ്മാവ് ആ ശരീരബോധത്തെ കളയുന്നത്. അതായത് അത്രയും മനോഹരമായ ഒരു ശരീരം, എല്ലാവരെയും ഇങ്ങനെ ആഗ്രഹിപ്പിക്കുന്ന ഒരു ശരീരം, ആ ശരീരബോധത്തെയാണ് ബ്രഹ്മാവ് അങ്ങ് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഉണ്ടായ സമയം അതിൽ നിന്നും ആ സങ്കല്പത്തിൽ നിന്നും ഉണ്ടായതാണെന്ന് സായം സന്ധ്യ എന്ന് പറയുന്ന സമയം. എന്താ സായം സന്ധ്യയുടെ ഒരു പ്രത്യേകത എന്ന് ആലോചിച്ച് നോക്കിക്കോ. വെയിലില്ല, സൂര്യൻ്റെ ചൂട് കുറഞ്ഞു, എന്നാൽ രാത്രിയുടെ ഇരുട്ടുമില്ല, വളരെ മനോഹരമായ ഒരു സമയം. നമ്മളിപ്പോൾ പുറത്തൊക്കെ കാണാം, ഇവിടെ നമ്മുടെ നാട്ടിലധികം കാണാൻ പറ്റില്ല. ഇപ്പോൾ ദുബായിലും പുറത്ത് മസ്കറ്റിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് കാണാം, ഒരു സന്ധ്യ ആയി കഴിഞ്ഞാൽ എല്ലാവരും വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് പാർക്കിലൊക്കെ ഇങ്ങനെ നടക്കാനിറങ്ങും.
ഫ്ലാറ്റിൻ്റെ താഴെ റോട്ടിലൂടെയൊക്കെ. കാരണം വെയിലും ഇല്ല, രാത്രിയുടെ ഇരുട്ടും ഇല്ലാത്ത നല്ലൊരു സമയം. എല്ലാ ആളുകളും, പേരൻസ്, അമ്മമാരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ജോലി കഴിഞ്ഞ് വന്ന് മുടക്ക ദിവസമാണെങ്കിലും ആ സന്ധ്യയ്ക്ക്, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു സന്ധ്യാസമയം എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. കാരണം ആ സമയം പുറത്ത് നിൽക്കാൻ നല്ല സുഖമുള്ള സമയം, നല്ല സുഖമുള്ള കാലാവസ്ഥ. മോനെ ബാറ്ററി ലോ ആണ് കേട്ടോ. നല്ല സുഖമുള്ള കാലാവസ്ഥ, നല്ല സുഖമുള്ള സമയം. ഇതൊക്കെ നമ്മൾ ആ ഒരു സായം സന്ധ്യ എല്ലാ മനുഷ്യരും വളരെ ഇഷ്ടപ്പെടുന്നൊരു സമയമാണ് അല്ലേ? സായം സന്ധ്യ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സമയം. പുറത്തിറങ്ങി ആ സായം സന്ധ്യയെ എന്താ പറയുക, അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ആ സന്ധ്യാസമയത്തിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു. നട്ടുച്ചയ്ക്ക് ആരും ഇറങ്ങില്ല, പകലിറങ്ങില്ല, രാത്രി ഇറങ്ങില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്ന, പുറത്തൊക്കെ കിടന്ന് നടക്കാൻ. ആ സമയത്ത് മനസ്സ് വളരെ ഫ്രഷായിരിക്കും, മനസ്സ് വളരെ ശാന്തമായിരിക്കും, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന ഒരു സമയം. അതാണെന്നറിയാലോ സായം സന്ധ്യ. അതിന് കാരണം അത്ര മനോഹരമായ തൻ്റെ ശരീരബോധത്തെയാണ് ബ്രഹ്മാവ് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഒരു എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന മനോഹാരിതയോടുകൂടിയ ഒരു ശരീരം, ആ ശരീര സൗന്ദര്യം അങ്ങനെ തന്നെ വാർത്തെടുത്ത ഒരു സമയം സായം സന്ധ്യ അവിടെ ഉണ്ടായി. ആ സായം സന്ധ്യയെ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തോട് ഉപമിക്കുകയാണ്. ഇനി ഒരു 29, 30, 31 ശ്ലോകങ്ങളിൽ, 3 ശ്ലോകങ്ങളിൽ ഒരു സ്ത്രീ സൗന്ദര്യത്തോട് ഉപമിക്കുകയാണ് ആ സായം സന്ധ്യയേട്ട. അതാണ് താം കൊണത് ചരണാംബോജം മതവിഹ്വലലോചനാം കാഞ്ചി കലാപ വിലസത് ദുകൂല ചന്നരോദനം. താം എന്ന് വെച്ചാൽ ആ ശരീരം. കൊണത് ചരണാംബോജം, അതായത് ഒരു സ്ത്രീയുടെ ശരീരം. കൊണത്ത് ചരണാംബോജം എന്ന് വെച്ചാൽ പാദസരങ്ങളുടെ കിലുക്കമുള്ള കാലുകൾ, നല്ല താമരപ്പൂ പോലത്തെ പാദങ്ങൾ. ഇനി മതവിഹ്വല ലോചനം, മതിപ്പിക്കുന്ന കണ്ണുകൾ. ഇനി കാഞ്ചി കലാപ വിലസത്, അതായത് സ്വർണം കൊണ്ടുണ്ടാക്കിയ തിളങ്ങുന്ന അരഞ്ഞാണം. പിന്നെ ദുകൂല ചന്നരോദനം, അതായത് മനോഹരമായ വസ്ത്രം, ആ വസ്ത്രത്താൽ മറച്ചിട്ടുള്ള അരക്കെട്ട്. അപ്പോൾ ആ സ്ത്രീയുടെ വസ്ത്രങ്ങളെയും മനോഹാരിതയും വർണ്ണിക്കുകയാണ്. പാദസരത്തിൻ്റെ കിലുക്കമുള്ള താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ, മതിപ്പിക്കുന്ന കണ്ണുകൾ, സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണം, അതുപോലെ തന്നെ മനോഹരമായ വസ്ത്രത്താൽ മറയ്ക്കപ്പെട്ട അരക്കെട്ട്. ഇനി അടുത്തത് 30. അന്വേന്യ ശ്ലേയ ഉത്തുംഗ നിരന്തര പയോധരാം സുനാസാം സുദ്വിജാം സ്നിഗ്ധഹാസലീലാവലോകനാം. അന്യോന്യ ശ്ലേയ, പരസ്പരം കൂട്ടിമുട്ടിക്കൊണ്ട് ആശ്ലേഷിച്ച് നിൽക്കുന്ന രീതിയിൽ, കൂട്ടിമുട്ടിച്ച് നിൽക്കുന്ന രീതിയിൽ. ഉത്തുംഗ, ഉയർന്ന, നിരന്തര പയോധരം, നിരന്തരം എന്ന് വെച്ചാൽ വിടവില്ലാത്ത സ്തനങ്ങൾ, ആ സ്ത്രീ സ്തനങ്ങളെ കുറിച്ചാണ് അവിടെ വർണ്ണിക്കുന്നത്. പരസ്പരം മുട്ടി ഉയർന്നു നിൽക്കുന്ന ഉയർന്ന സ്തനങ്ങൾ. സുനാസ, മനോഹരമായ മൂക്ക്. സുദ്വിജ, മനോഹരമായ പല്ല്. സ്നിഗ്ധഹാസം, മനോഹരമായ പുഞ്ചിരി. ലീലാവലോകനം, ഒരു കള്ളനോട്ടം, ലീലയോട് കൂടിയിട്ടുള്ള ഒരു കള്ളനോട്ടം ഒക്കെയുള്ള ഒരു സ്ത്രീ. മനസ്സിലായോ? ഒരു വ്യഭിചാരിണിയെ പോലത്തെ ഒരു സ്ത്രീ. ആ മനോഹരമായ സൗന്ദര്യത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഗുഹന്തി, ഗുഹന്തി എന്ന് വെച്ചാൽ മറച്ചു പിടിക്കുക. ശ്ലോകം 31. ഗുഹന്തി വ്രീഡയാത്മനാം നീല അളക വരൂദിനീം ഉപലഭ്യ അസുരാധർമ്മ സർവേ സമ്മുമുഹു സ്ത്രീയം. ഗുഹന്തി എന്ന് വെച്ചാൽ മറച്ചു പിടിച്ച. വ്രീഡയാത്മനം, ലജ്ജയോടെ തൻ്റെ വസ്ത്രം കൊണ്ട് ശരീരത്തെ മറച്ചു പിടിച്ചു, ഒരു നാണത്തോടുകൂടി വസ്ത്രം കൊണ്ട് ശരീരത്തെ മറച്ചു പിടിച്ചിരിക്കുന്നു. നീല അളക വരൂദിനി, കറുത്ത ചുരുണ്ടിരിക്കുന്ന മുടി. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനോഹരമായ ഒരു സ്ത്രീ ശരീരം. മനസ്സിലായോ? ആ ശരീരത്തെ ധർമ്മ എന്ന് വിളിക്കുന്നത് ഇവിടെ മൈത്രേയ മഹർഷി വിദുരരെയാണ് വിളിക്കുന്നത്. അല്ലയോ ധർമ്മ. അങ്ങനെ ആ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ശരീരമായിട്ട് ആ അസുരന്മാര് ഉപലഭ്യ, ആ സന്ധ്യാസമയത്തെ സമ്മുമുഹു, മോഹിച്ചു സ്വീകരിച്ചു എന്ന്. അതായത് ആ സന്ധ്യാസമയത്തെ കണ്ടപ്പോൾ അസുരന്മാർ അവർ ജനിച്ചു വീണ തന്നെ ഈ ആസക്തിയോടുകൂടി. ആ സമയത്ത് അവർ കാണുന്നത് ബ്രഹ്മാവിനെ ഇണചേരാൻ നോക്കുമ്പോൾ ബ്രഹ്മാവ് ഓടി ഭഗവാന്റെ അടുത്ത് ചെന്നതും അദ്ദേഹം പിന്നീട് മനസ്സിലായി, ഈ ശരീരം, എൻ്റെ ശരീരഭംഗിയിൽ ഞാൻ തന്നെ അഭിമാനം കൊണ്ടപ്പോൾ ആ കാമം, എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന ആ ശരീരബോധത്തെ ഉപേക്ഷിച്ചപ്പോൾ ആ സമയം
ആ ഒരു ശരീരബോധത്തിൽ നിന്നും ആരെയും ആഗ്രഹിക്കുന്ന ആ ശരീരബോധത്തെയാണ് ഉപേക്ഷിച്ചത്. അപ്പോൾ ആ ഉപേക്ഷിച്ച ബോധമാണ് ആ സായം സന്ധ്യയെ ഉണ്ടാക്കിയത്. അപ്പോൾ ആ സായം സന്ധ്യയ്ക്ക് അതേപോലത്തെ മനോഹാരിതയാണ്. ഏതൊരു മനുഷ്യനെയും ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ത്രീയുടെ സൗന്ദര്യമായിരുന്നു സായം സന്ധ്യയ്ക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും ആളുകൾ ആ സമയത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന സമയം, റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയം, ശാന്തമായിട്ടിരിക്കുന്ന സമയം, പുറത്തൊക്കെ ഇറങ്ങി നടന്ന് അതിനെ ആസ്വദിക്കാൻ, ആ സായം സന്ധ്യയെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാ മനുഷ്യരും. അതെന്താന്ന് വെച്ചാൽ അന്ന് ആ സായം സന്ധ്യ ഉണ്ടായത്, ബ്രഹ്മാവിൽ നിന്നുണ്ടായത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്നും മനുഷ്യൻ ആ സായം സന്ധ്യയെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ബ്രഹ്മാവിൻ്റെ ആ ചിന്തയിൽ നിന്നാണ്, ആ ശരീരബോധം ഉപേക്ഷിച്ചപ്പോഴാണ്, ഉപേക്ഷിച്ച ആ ശരീരബോധത്തിൽ നിന്നാണ് ഈ സായം സന്ധ്യ എന്ന സമയം ഉണ്ടായത്. അങ്ങനെ ഈ അസുരന്മാരെ ഒരു സ്ത്രീയെ കാണുന്ന പോലെ ആ സായം സന്ധ്യയുടെ മനോഹാരിതയെ കണ്ട് വർണ്ണിച്ചു. ഇനി ശ്ലോകം 32 അവർ പറയാൻ കേട്ടാ, അഹോ രൂപം അഹോ ധൈര്യം അഹോ അസ്യ നവം വയഃ മധ്യേ കാമയാമാനാനാം അകാമ ഇവ വിസർപ്പതി അപ്പോൾ ആ അസുരന്മാർ ആ സന്ധ്യാസമയത്തെ ഒരു സ്ത്രീയെ പോലെ, അപ്പോൾ ഇവരിങ്ങനെ കാമാസക്തിയോടുകൂടി നിൽക്കല്ലേ, അപ്പോൾ ആ സാഹചര്യം, ആ സമയം വളരെ മനോഹരമായ അവരുടെ ആസക്തിയെ കൂട്ടി കൊടുക്കുന്ന രീതിയിലുള്ള സമയം കൂടി ആയപ്പോൾ അവർ ആ സന്ധ്യാസമയത്തോട് ചോദിക്കുകയാണ്, അസ്യ അവളുടെ നവം വയം, അതായത് വളരെ യൗവനം തുളുമ്പുന്ന ഒരു പ്രായമായിട്ടാണെന്ന് തോന്നുക. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ത്രീ സൗന്ദര്യം ആ സമയത്തിന്. അഹോ രൂപം, അത്യത്ഭുതമായ മനോഹര രൂപം. അഹോ ധൈര്യം, അവളുടെ ധൈര്യം ഉണ്ടല്ലോ, അതായത് ആത്മനിയന്ത്രണം, അതും അത്യത്ഭുതം തന്നെ. അഹോ അത്ഭുതം തന്നെ. എന്നിട്ട് പറയാണ്, എന്താണ് അങ്ങനെ പറയാൻ കാരണം? കാമായമാനാനാം, അവളെ പ്രാപിക്കാനുള്ള കാമാസക്തിയോടുകൂടി നിൽക്കുന്ന ഞങ്ങൾ അസുരന്മാരുടെ മധ്യത്തിൽ അകാമ ഇവ, ഒരു കാമാസക്തിയും ഇല്ലാതെ നിൽക്കുന്ന നിൽക്കുന്ന ഇവളുടെ ആത്മനിയന്ത്രണം അത്ഭുതം തന്നെ എന്ന് അസുരന്മാർ പറയണം. അതായത് ആ ഒരു സമയത്തെ ഒരു സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന പോലെയാണ് അവർ ആസ്വദിക്കുന്നത്. അപ്പോൾ അവർ പറയാണ്, എന്ത് മനോഹരമായ രൂപം. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ആസക്തിയോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിലും ആ സമയത്തിന് ഒരു മാറ്റവും വരുന്നില്ല. ആ സമയം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതാണ് ഞങ്ങളൊക്കെ ഇത്രയും കാമാസക്തിയോട് കൂടി നിൽക്കുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ ആ സായം സന്ധ്യ എന്ന സമയം ഒരു വ്യതിചലനവുമില്ലാതെ, ഒരു കാമാസക്തിയും ഇല്ലാതെ ഞങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നു. ആ സമയത്തിന് ഒരു വ്യതിയാനവും സംഭവിക്കുന്നില്ല. ഞങ്ങളൊക്കെ ആ സമയത്തെ ഒരു സ്ത്രീയെ അനുഭവിക്കുന്നത് പോലെ ഞങ്ങളിങ്ങനെ കാണുന്നു, മനോഹര രൂപമായി കാണുന്നു. പക്ഷേ ആ സമയത്തിന് ഒരു മാറ്റവും ഇല്ല. ഇതുകൊണ്ടാണ് ഈ ഒരു സമയം നമ്മൾ ഓർമ്മയില്ലേ, കശ്യപ മഹർഷിയും ദിതിക്ക് ഈ സായം സന്ധ്യ സമയത്താണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിക്കാനുണ്ടായ കാരണമൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഈ സമയത്താണ് ദിതിക്ക് ആ ഒരു നിയന്ത്രണം, ആ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന സമയം ഈ സായം സന്ധ്യയായിരുന്നു. മനസ്സിലായോ? കാരണം ഈ സന്ധ്യാസമയം ഒരു സ്ത്രീയുടെ സൗന്ദര്യം പോലെയാണെന്ന്, അത്രമാത്രം ആകർഷിക്കപ്പെടുന്ന, കാമവികാരത്തിൽ അടിമപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് എല്ലാ മനുഷ്യ മനസ്സുകളും. അപ്പം അതുകൊണ്ടാണ് ആ സമയത്ത് ദിതിക്ക് പോലും അതിനെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നത്. പക്ഷെ അത് ബ്രഹ്മാവിൻ്റെ ഒരു തമോ വാസനയിൽ നിന്ന് ഉണ്ടായതാണ്. അതുകൊണ്ടാണ് കശ്യപ മഹർഷി വേണ്ട, ഇപ്പം വേണ്ട, ഇപ്പം ഇങ്ങനെ അരുത്, ഇത് ദോഷമാണ്, ഈ സമയം ഒരുപാട് തമോ ഗുണങ്ങളുള്ള എന്താ പറയുക, ഭൂതഗണങ്ങൾ അന്തരീക്ഷത്തിൽ ചലിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഇത് പാടില്ല. കാരണം ഈ സന്ധ്യാസമയം ഇപ്പം ആരാ ജനിച്ചത്? അസുരന്മാരാണ് ജനിച്ചിരിക്കുന്നത്, കണ്ടോ, ബ്രഹ്മാവിൽ നിന്ന്. അപ്പോൾ അവരിങ്ങനെ കാമാസക്തിയോടെ ചുറ്റിക്കറങ്ങുന്ന ഒരു സമയമാണിത്, ഇതിനെ ആസ്വദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കശ്യപ മഹർഷി അത് പറഞ്ഞത്. പക്ഷേ ദിതി അന്ന് അത് കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ അതിൽ നിന്നും ഉണ്ടായത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു എന്ന 2 അസുരപുത്രന്മാരായിരുന്നു, കണ്ടോ. അപ്പോൾ അത് ഈ ബ്രഹ്മദേവൻ്റെ ഈ സൃഷ്ടികർമ്മം കേൾക്കുമ്പോൾ നമുക്ക് ആ കഥയുമായി ബന്ധപ്പെടുത്തി അതിനെ മനസ്സിലാക്കാം. ശ്ലോകം 33. വിതർക്കയന്തഃ ബഹുധാ താം സന്ധ്യാം പ്രമദാകൃതിം അഭിസംഭാവ്യ വിശ്രംഭാത് പര്യപൃച്ഛൻ കുമേധസ. അപ്പോൾ വിതർക്ക എന്താന്ന് വെച്ചാൽ ഊഹാപോഹങ്ങൾ പറഞ്ഞു. ബഹുധ, പല വിധത്തിൽ.
താം ആ ഒരു സ്ത്രീ സൗന്ദര്യം പോലെ സന്ധ്യാസമയത്തെ പ്രമദാകൃത മനോഹരമായ ഒരു യുവതിയുടെ സൗന്ദര്യത്തോടു കൂടി നിൽക്കുന്ന ആ സന്ധ്യാസമയത്തെ നോക്കി ഈ അസുരന്മാർ പല വിധത്തിലുള്ള ഊഹാപോഹങ്ങൾ പറഞ്ഞു. എന്നിട്ട് അഭിസംഭാവ്യ ബഹുമാനപൂർവം വിശ്രാമ്പാത്ത് സ്നേഹപൂർവം പ്രണയത്തോടു കൂടിയിട്ട് പര്യപൃച്ഛൻ അവളോട് ചോദിച്ചു എന്ന്. ആര്? കുമേതസ, അതായത് മൂഢബുദ്ധിയായിട്ടുള്ള ഈ അസുരന്മാർ അവരൊരു മായയിൽപ്പെട്ടിരിക്കുക. ഇത് സ്ത്രീ സൗന്ദര്യമൊന്നുമല്ല, ഒരു സമയമാണ്, കാലത്തിൻ്റെ ഒരു സമയമാണത്. പക്ഷേ അവരുടെ ഉള്ളിലെ വികാരം ഇതായതുകൊണ്ട് അവർ ആ മായയിൽപ്പെട്ട് ഇതിനെ ഒരു സ്ത്രീ സൗന്ദര്യം പോലെ കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇവര് അങ്ങനെ മനോഹരമായൊരു സ്ത്രീയെ പോലെ നിൽക്കുന്ന ആ സന്ധ്യാസമയത്തോട് ബഹുമാനപൂർവ്വം പ്രണയത്തോടു കൂടി മൂഢന്മാരായ അസുരന്മാർ ചോദിച്ചു. അതാണ് ചോദിച്ചത്. ശ്ലോകം 34. കാ അസി കസ്യ അസി രംഭോരു കഹ വ അർത്ഥ തേ അത്ര ഭാമിനി രൂപ ദ്രവിണപണ്യേന ദുർഭഗാൻ നഹ വിഭാദസേ. കാ അസി കസ്യ അസി രംഭോരു കഹ വ അർത്ഥ തേ അത്ര ഭാമിനി രൂപദ്രവിണപണ്യേന ദുർഭഗാൻ നഹ വിഭാദസേ. അതായത് കാ അസി, നീ ആരാണ്? ആ സന്ധ്യാസമയത്തോട് ഒരു സ്ത്രീയെ പോലെ കണ്ടിട്ട് ഈ അസുരന്മാർ ചോദിക്കുക, ഇത്രയും നാൾ കണ്ടിരുന്നില്ലല്ലോ, നീ ആരാണ്? കസ്യ അസി, നീ ആരുടെ മകളാണ്? രംഭോരു, അല്ലയോ മനോഹരി. എന്നിട്ട് പറയാണ് തേ, നിനക്ക് അത്ര ഇവിടെ ക അർത്ഥ, നീ എന്തിനാണ് ഇവിടെ വന്നത്? അതായത് ഈ സമയം, ഈ സന്ധ്യാസമയം എങ്ങനെ ഉണ്ടായി? നീ ആരുടെ മകളാണ്? നീ ആരാണ്? നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്? ഭാമിനി എന്ന് വെച്ചാൽ അല്ലയോ പ്രിയപ്പെട്ടവളെ, രൂപദ്രവിണ പണ്യേന, അതായത് രൂപ എന്ന് വെച്ചാൽ മനോഹരമായ സൗന്ദര്യത്താൽ, ദ്രവിണ എന്ന് വെച്ചാൽ അമൂല്യമായ സൗന്ദര്യത്താൽ, പണ്യേന എന്ന് വെച്ചാൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന വസ്തു എന്നർത്ഥം. പണ്യേന എന്ന് വെച്ചാൽ അപ്പോൾ അതായത് ഒരു വിൽപ്പന ചരക്കാക്കി വെച്ചിരിക്കുന്ന മനോഹരമായ ഒരു സ്ത്രീ സൗന്ദര്യം പോലെയുള്ള നിന്നെ ദുർഭഗാൻ, പ്രാപിക്കാൻ കഴിയാത്ത ഭാഗ്യമില്ലാത്ത നഹ, ഞങ്ങളെ വിവാദസി, നീ വളരെയധികം ആശിപ്പിക്കുന്നു എന്ന് സന്ധ്യാസമയത്തിനോട് അവർ പറയണമെന്ന് അസുരന്മാർ. നീ ആരാണ്? നീ ആരുടെ മകളായിട്ടാണ് ഉണ്ടായത്? നീ എന്തിനു വേണ്ടിയാണ് ഇപ്പം ഇവിടെ വന്നത്? എന്നിട്ട് പറയാണ് ഈ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ആരെയും ആകർഷിപ്പിക്കുന്ന ഈ ഒരു സൗന്ദര്യം, ഇത് ആസ്വദിക്കാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാരായ ഞങ്ങളെ ഇത് വല്ലാതെ മോഹിപ്പിക്കുന്നു എന്ന് ആസുരന്മാർ ആ സന്ധ്യാസമയത്തെ നോക്കി പറയുകയാണ്. ശ്ലോകം 35. യാവാ കാജിത് ത്വം അബലേ ദിഷ്ട്യ സന്ദർശനം തവ ഉത്സുനോഷി ഈക്ഷമാണാനാം കന്തുക ക്രീഡയാ മനഃ. യാവ കാജിത്. എന്നിട്ട് ഇത് ആരാണെന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം ഇവർ തന്നെ പറയാണ്, ഇനിയിപ്പോൾ ആരായാലും കുഴപ്പമില്ല എന്ന്. അതാണ് യാവ, ആരായിരുന്നാലും, കാജിത് ത്വം, നീ ആരായിരുന്നാലും അത് കുഴപ്പമില്ല. അബലേ, അല്ലയോ സുന്ദരി, തവ സന്ദർശനം ദിഷ്ട്യ, നിന്റെ ദർശനം കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ഭാഗ്യവാന്മാരായിരിക്കുന്നു. എന്നിട്ട് പറയാണ് ഉത്സുനോഷി എന്ന് വെച്ചാൽ നീ ഞങ്ങളെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നു. ഈക്ഷമാണാനാം എന്ന് വെച്ചാൽ കാഴ്ചക്കാരായ ഞങ്ങളുടെ മനസ്സിനെ, കന്തുക ക്രീഡയ, ഒരു പന്ത് കളിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ പോലെ നീ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആശിപ്പിച്ചു കളയുന്നു ഈ സന്ധ്യാസമയം എന്ന് ആ അസുരന്മാർ സായം സന്ധ്യയോട് പറയണമെന്ന്. ഒരു മനോഹരിയായ ഒരു സ്ത്രീ പന്ത് കളിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാരൻ്റെ മനസ്സിനെ ആകർഷിപ്പിക്കുന്ന പോലെ നിന്റെ സൗന്ദര്യം ഞങ്ങളെ വല്ലാതെ ആകർഷിപ്പിക്കുന്നു. ശ്ലോകം 36. ന ഏകത്ര തേ ജയതി ശാലിനി പാദപത്മം ഗ്നന്ദ്യാ മുഹുഹു കരതലേന പദത്പദംഗം മദ്യം വിഷീദതി സ്തനഭാരഭീതം ശാന്ത ഇവ ദൃഷ്ടി അമല സുശിഖാ സമൂഹഃ. ന ഏകത്ര, അതായത് തേ, നിന്റെ ശാലിനി, അല്ലയോ സുന്ദരി. ആ സായം സന്ധ്യയെ വിളിക്കുകയാണ്, അല്ലയോ സുന്ദരി, തേ, നിന്റെ പാദപത്മം, നിന്റെ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ ന ഏകത്ര ജായതി, ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നില്ല. കാരണം പന്ത് കളിക്കുന്ന പോലെ എന്നാണല്ലോ പറഞ്ഞത്. അത്രയും മനോഹരമായിട്ടാണ് ആ സായം സന്ധ്യയെ വർണ്ണിക്കുന്നത്. അപ്പോൾ അത്രയും ആകർഷിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീയുടെ പോലെ പറയാണ്, നിന്റെ പാദങ്ങൾ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നില്ല.
അത് കരതലേന നിന്റെ കൈകൾ പദപദംഗം അതായത് പൊന്തിത്താഴുന്ന മുകളിലേക്ക് പൊന്തിത്താഴുന്ന ഒരു പന്തിനെ മുഹുഹു വീണ്ടും വീണ്ടും ഗ്രന്ഥ്യ അടിക്കുന്നു എന്ന്. അതായത് ഒരു സ്ത്രീ പന്ത് കളിക്കുന്ന പോലെ പൊന്തിത്താഴുന്ന ഒരു പന്തിനെ നിന്റെ കൈകൾ ഇങ്ങനെ അടിക്കുന്നു, നിന്റെ കാലുകൾ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നില്ല. അത്രയും മനോഹരമായി ഞങ്ങളുടെ മുന്നിൽ നിന്ന് പന്ത് കളിക്കുന്ന ഒരു സ്ത്രീ, അതുപോലെയാണ് ഈ സായം സന്ധ്യയെ ഞങ്ങൾ കാണുന്നത്. എന്നിട്ട് പറയാണ് മദ്യം എന്ന് വെച്ചാൽ നിന്റെ അരക്കെട്ട് വിഷീദതി ക്ഷീണിച്ചു പോയി, ബൃഹത് സ്തനഭാരഭീതം അതിരുകടന്ന സ്തനഭാരത്താൽ നിന്റെ അരക്കെട്ടും ക്ഷീണിച്ചു പോയിരിക്കുന്നു. ശാന്തം ഇവ വളരെ ശാന്തമായിരിക്കുന്നു, ദൃഷ്ടി അമല നിന്റെ കണ്ണുകൾ വളരെ ശാന്തത തിളങ്ങുന്നു. സുശീല സമൂഹ സുശിഖ സമൂഹ നിന്റെ തലമുടി കറുത്തു ചുരുണ്ട തലമുടിയാണ്. അതായത് ആ സായം സന്ധ്യയെ ഒരു സ്ത്രീയെ പോലെ ആസുരന്മാരിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്ലോകം 37 ഇതി സായന്തനീം സന്ധ്യാം അസുരഃ പ്രമദായതീം പ്രലോഭയന്തീം ജഗൃഹു മത്വാ മൂഢധിയ സ്ത്രീയം. അതായത് ഇതി ഇപ്രകാരം സായന്തനീം സന്ധ്യ ആ സായംകാല സന്ധ്യയെ അസുരന്മാർ പ്രമദായതി എന്ന് വെച്ചാൽ ഒരു ആകർഷിപ്പിക്കുന്ന സ്ത്രീയെ പോലെ, സ്ത്രീയം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ പോലെ മൂഢബുദ്ധിയോടുകൂടിയ ആ അസുരന്മാർ പ്രലോഭയന്തി ജഗൃഹു ഒരു ആകർഷിപ്പിക്കുന്ന വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ പോലെ മത്വ എന്ന് വെച്ചാൽ സായം സന്ധ്യയെ മത്വ എന്ന് വെച്ചാൽ സങ്കല്പിച്ചിട്ട് പ്രലോഭിപ്പിക്കുന്ന ആ സൗന്ദര്യത്തെ ജഗൃഹു അവർ അങ്ങ് സ്വീകരിച്ചു എന്ന് മനസ്സിലായി. ഇപ്രകാരം സായം സന്ധ്യയെ ഒരു മനോഹരിയായ ഒരു സ്ത്രീയെ പോലെ മൂഢബുദ്ധികളായിട്ടുള്ള ആസുരന്മാർ അങ്ങ് സങ്കല്പിച്ചിട്ട് ആ സായം സന്ധ്യയെ അതിനായി അവർ സ്വീകരിച്ചു. അപ്പം അസുരന്മാരാണ് ആ സന്ധ്യാസമയം കാമാസക്തിയോടുകൂടി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ സന്ധ്യാസമയത്ത് സത്ചിന്തകൾ, ഈശ്വര പ്രാർത്ഥന, കാരണം മനസ്സ് തമോ ഗുണത്തിലേക്ക് പോകും. ആ സമയത്ത് വേണ്ടാത്ത ഓരോ ചിന്തകളൊക്കെ തോന്നുന്ന, മനസ്സിൽ തമോ ഗുണം കൂടി വരുന്നൊരു സമയമായിരിക്കും അത്. അതുകൊണ്ട് അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിൽ തോന്നും. അതുകൊണ്ടാണ് ആ സമയം ത്രിസന്ധ്യ സമയം വിളക്ക് വെച്ച് നാമം ജപിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാനായിട്ട് നമ്മുടെ മഹർഷി ഈശ്വരന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പം ഭാഗവതത്തിൽ നിന്ന് മനസ്സിലായില്ലേ? കാരണം അത് ബ്രഹ്മദേവന്റെ മനോസങ്കല്പത്തിൽ നിന്നും അസുരന്മാരുടെ രൂപത്തിൽ അദ്ദേഹം ആ ശരീരം ഉപേക്ഷിച്ചത് ആ സങ്കല്പമായതിനാൽ ആ സങ്കല്പത്തിൽ നിന്നുമാണ് സായം സന്ധ്യ ഉണ്ടായത്. അതുകൊണ്ട് ഏതൊരു മനുഷ്യൻ്റെ മനസ്സിനെയും തമോ ഗുണത്തിലാക്കാൻ കഴിവുള്ള ഒരു സമയമായതുകൊണ്ടാണ് ആ സമയത്ത് ഈശ്വര പ്രാർത്ഥനയിൽ ഇരിക്കണം എന്ന് പറയുന്നത്. ശ്ലോകം 38 പ്രഹസ്യ ഭാവഗംഭീരം ജിഗ്രന്ധ്യ ആത്മന കാന്ത്യ സസർജ ഭഗവാൻ ഗന്ധർവ അപ്സരസാം ഗണാൻ. ഇനി നോക്കൂ അടുത്തത്. പ്രഹസ്യ പുഞ്ചിരിച്ച്, ഭാവഗംഭീരം അഗാധമായ അർത്ഥത്തോടുകൂടി പുഞ്ചിരിച്ചു എന്ന്. ജിഗ്രന്ധ്യ ആത്മനഃ. അപ്പോൾ ബ്രഹ്മാവ് ആത്മനഃ എന്ന് വെച്ചാൽ സ്വന്തം അവനവൻ്റെ തന്നെ ശരീരം ഇത്രമാത്രം ആ ശരീര സൗന്ദര്യത്തിൽ, ജിഗ്രന്ഥി എന്ന് വെച്ചാൽ ആ ശരീര സൗന്ദര്യത്തിൻ്റെ കാന്തി കണ്ടിട്ട് വളരെ അഗാധമായിട്ട് ആഴത്തിൽ അർത്ഥവത്തായിട്ട് ബ്രഹ്മദേവൻ ഒന്ന് സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചു എന്ന്. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? സത്വഗുണമാണ് ഏറി വന്നത് ആ സമയം. അതായത് സ്വന്തം ശരീരത്തിൻ്റെ കാന്തി, മനോഹാരിത, ആ ഭംഗി, ആരെയും ആകർഷിപ്പിക്കുന്ന ആ ശരീരഭംഗി, സൗന്ദര്യം, കാന്തി അത് കണ്ട് സന്തോഷിച്ച് ബ്രഹ്മാവ് വളരെ ആഴത്തിൽ അർത്ഥവത്തായി ഒന്ന് പുഞ്ചിരിച്ചപ്പോൾ ഭഗവാൻ എന്ന് വെച്ചാൽ ആ ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്ന് ഗന്ധർവ അപ്സരസാൻ ഗണാൻ, ഗന്ധർവന്മാര് അപ്സര സ്ത്രീകളുടെ കൂട്ടം സസർജ ഉണ്ടായി. കണ്ടോ? ഇപ്പം ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ മനോസങ്കല്പത്തിന് അനുസരിച്ചാണ് ഓരോരോ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നും ഓരോരോ സൃഷ്ടികൾ ഉണ്ടായത്. അത് സത്വഗുണത്തിലായപ്പോൾ സാത്വിക ഭാവത്തിലുള്ളവരും, അത് തമോ ഗുണത്തിലാവുമ്പോൾ തമോ ഭാവത്തിലുള്ളവരും പുറത്തേക്ക് വരുന്നു. മനസ്സിലായോ? അതാണ് അതിൻ്റെ കാരണം. അതായത് ബ്രഹ്മാവിൻ്റെ പ്രകൃതിയുടെ മായയോടുകൂടി നിൽക്കുന്ന ബ്രഹ്മദേവന്റെ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്തിനനുസരിച്ച് മനസ്സിൻ്റെ സങ്കല്പങ്ങൾ മാറിയപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് ആ സങ്കല്പത്തിനനുസരിച്ചുള്ള സൃഷ്ടിയാണ് അവിടെ ഉണ്ടായത് എന്നർത്ഥം.
ഇനി 39, 40 കൂടി നിർത്താം. 39 വിസർജതനും താം വൈ ജ്യോത്സനാം കാന്തിമതീം പ്രിയാം താ ഏവ ച ആദതു പ്രീത്യ വിശ്വവസു പുരോഗമഃ. വിസർജതനും താം, ആ ബ്രഹ്മദേവൻ തൻ്റെ ആ മനോഹരമായ സ്വന്തം ശരീരത്തിൽ അഭിമാനിച്ച് ആനന്ദിച്ച് നിന്നപ്പോൾ ഗന്ധർവ അപ്സരസുകൾ ഉണ്ടായി. അങ്ങനെ മനോഹരമായ ആ സ്വന്തം ശരീരബോധത്തെ വിസർജ എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചപ്പോൾ, ആ ശരീരം എന്ന് വെച്ചാൽ പ്രിയാം, എല്ലാവർക്കും പ്രിയപ്പെട്ട, കാന്തിമതിയും വളരെ കാന്തിയോടുകൂടിയ, ജ്യോത്സനാം പ്രകാശം പരത്തുന്ന രീതിയിലുള്ള തൻ്റെ ആ മനോഹര ശരീരത്തെ, ആ ശരീരബോധത്തെ അദ്ദേഹം മനസ്സാൽ ഉപേക്ഷിച്ചപ്പോൾ തായ് ഏവ ച ആദതു, അത് സ്വന്തമാക്കി. നാദതു എന്ന് വെച്ചാൽ സ്വന്തമാക്കി. ആര്? പ്രീത്യ, സന്തോഷപൂർവം. വിശ്വാവസു പുരോഗമ, വിശ്വാവസു മുതലായ ഗന്ധർവന്മാർ ബ്രഹ്മദേവന്റെ ആ ശരീരത്തിൽ നിന്നും ഉണ്ടായി. ആരെയും ആകർഷിക്കുന്ന മനോഹരമായ കാന്തിയോടുകൂടിയ ആ ശരീരബോധത്തെ ബ്രഹ്മാവ് അങ്ങ് ഉപേക്ഷിച്ചപ്പോൾ, ബ്രഹ്മാവ് ഉപേക്ഷിക്കുന്ന എന്ത് സങ്കല്പമാണ് ബ്രഹ്മാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്? ആ സങ്കല്പത്തിൽ നിന്നും വിശ്വവസു എന്ന മുതലായ ഗന്ധർവന്മാരുടെ കൂട്ടം, അത് അവർ ആ സമയത്താണ് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായത്. ഇനി 40 സൃഷ്ട്വാ ഭൂതപിശാചാഞ്ച ഭഗവാൻ ആത്മതന്ത്രേണ ദിഗ്വാസസഃ മുക്തകേശാൻ വീക്ഷ്യ ച അമീലിയത് ദൃശവും. അതിനുശേഷം അപ്പോൾ അപ്സരസുമാരും ഗന്ധർവന്മാരും ഒക്കെ ഉണ്ടായി. സൃഷ്ടുവ, അപ്പോൾ അവരെയൊക്കെ സൃഷ്ടിച്ച ശേഷം ഭൂതപിശാചാൻശ, ഭൂതങ്ങളെയും പിശാചുക്കളെയും ഭഗവാൻ ബ്രഹ്മാവ് ആത്മതന്ത്രിണാം, അതായത് ആത്മതന്ത്രിണാം തൻ്റെ തന്നെ. അതിനുശേഷം ബ്രഹ്മദേവന് ആ ഒരു മനോഹരമായ കാന്തിമത്തായ ശരീരബോധത്തെ അങ്ങ് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവന് ആകെ ഒരു നിരാശ, ഒരു ആലസ്യം, ഒരു വിഷമം, ഒരു എന്താ പറയുക എന്നൊരവസ്ഥ വന്നു മനസ്സിന്. അപ്പം അതിന് കാരണം എന്താ? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ തമോ ഗുണം ഏറിയപ്പോൾ ഒരു ആലസ്യം ബ്രഹ്മദേവന് അനുഭവപ്പെട്ടു. അതാണ് ഭഗവാൻ ആത്മതന്ത്രിണ എന്ന് വെച്ചാൽ ആലസ്യം, ഒന്നിനും ഒരു ഉഷാറില്ലാത്ത അവസ്ഥ, ഒരു ഉറക്കം തുങ്ങിയ അവസ്ഥ വരില്ലേ, അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നണില്ല എന്നുള്ള ഒരു ആലസ്യം എന്ന അവസ്ഥ ബ്രഹ്മാവിനുണ്ടായപ്പോൾ ആ സങ്കല്പത്തിൽ നിന്നും, ആലസ്യം നിറഞ്ഞ മനസ്സിൻ്റെ ആ സങ്കല്പത്തിൽ നിന്നും ഭൂതങ്ങളും പിശാചുക്കളും ഉണ്ടായി. ഇനി അവരോ ദിഗ്വാസസ എന്ന് വെച്ചാൽ ദിക്കുകൾ വസ്ത്രമാക്കിയവരാണെന്ന്, എന്ന് വെച്ചാൽ പൂർണ്ണ നഗ്നരാണ് അവര്. നഗ്നരും മുക്തകേശാൻ, മുടി അഴിച്ചിട്ടവരുമായ ആ ഭൂതങ്ങളെയും പിശാചികളെയും വീക്ഷ കണ്ടപ്പോൾ ച അമീലിയത്ത് ദൃശവും, ബ്രഹ്മദേവൻ പോലും ദൃശവും എന്ന് പറഞ്ഞാൽ 2 കണ്ണുകളും അമീലിയത്ത് അടച്ചു, എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ പോലും കണ്ണുകൾ അടച്ചു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ തമോ ഗുണമേറി നിന്ന ആ സമയത്ത്, മനസ്സ് ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെ ആലസ്യത്തിലിരിക്കുന്ന ആ സമയത്ത് ബ്രഹ്മാവിൽ നിന്നും പുറത്തേക്ക് വന്ന മക്കൾ എന്ന് പറയുന്നത് ഭൂതങ്ങളും പിശാചുക്കളുമായിരുന്നു. അവരാണെങ്കിൽ പൂർണ്ണ നഗ്നരായിട്ട് മുടിയൊക്കെ അഴിച്ച് ചിക്കിപ്പറിഞ്ഞ മുടിയോടുകൂടി നഗ്നതയോടുകൂടി നടക്കുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവ് പോലും 2 കണ്ണുകളും അടച്ചു, എനിക്ക് ഈ കാഴ്ച കാണണ്ട എന്ന് പറഞ്ഞിട്ട് കണ്ണുകൾ 2ഉം അടച്ചുപോയി എന്നാണ് പറയുന്നത്. മതിയില്ലേ? ഇനി ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പം മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചത്തിൽ 14 ലോകങ്ങളും ഇമാതിരി സൃഷ്ടികളും ഒക്കെ ഉണ്ടായത് പരമാത്മാവ് ഇച്ഛിച്ചു, ആ ഇച്ഛ ബ്രഹ്മാവിലൂടെ നടപ്പാക്കപ്പെടുമായിരുന്നു. അപ്പം ബ്രഹ്മാവ് പക്ഷേ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല തന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരണം എന്ന്, നല്ലത് മാത്രം വരണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ പരമാത്മാവിൻ്റെ ഇച്ഛയാണ് നമ്മുടെ സങ്കല്പ രൂപത്തിൽ, നമ്മളുടെ മനസ്സിൽ ഓരോന്നോ രൂപത്തിൽ തോന്നുന്നതും നമ്മൾ അതാണ് പറയുന്നത്, പ്രവർത്തിക്കുന്നത്, ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ നമ്മുടെ ബുദ്ധി കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മൾ നേടിയ അറിവ് കൊണ്ടോ ഒന്നും അല്ല എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്നതൊക്കെ നമ്മുടെ അഹങ്കാര ചിന്തയാണ്, അതൊന്നുമല്ല. നമ്മൾ പറയുന്നത്, നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത്, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ നടക്കുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ആ ഭഗവാന്റെ പരമാത്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ചെയ്യുന്നത്. അതിന് മായയോട് ചേർന്ന സത്വരജ തമോ ഗുണങ്ങളോട് ചേർന്ന് നമ്മുടെ ശരീര മനസ്സ് ബുദ്ധി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആയിപ്പോവുക.
സംഭവിക്കുന്നത്. അതാണ് ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ നടക്കുന്ന മനസ്സിൽ നടക്കുന്ന സങ്കല്പങ്ങളുടെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് അവിടെ നല്ലതും ചീത്തയുമായ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവിന് എന്നെ മനസ്സിലായി, ഈ സൃഷ്ടികർമ്മം ഭഗവാൻ പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും ഇത് എൻ്റെ കഴിവുകൊണ്ടല്ല നടക്കുന്നത്, എൻ്റെ ഇഷ്ടത്തിനല്ല നടക്കുന്നത്, ഞാനൊരു കളിപ്പാവ മാത്രമാണ്. സാക്ഷാൽ പരമാവധി ഇച്ഛിക്കുന്നു, ഈ ശരീരത്തിലൂടെ എന്നിലൂടെ അത് നടപ്പാക്കപ്പെടുന്നു, അത്രേ സംഭവിക്കുന്നുള്ളൂ എന്ന് ബ്രഹ്മാവിന് മനസ്സിലായപ്പോൾ അദ്ദേഹം അങ്ങ് നിന്നു കൊടുക്കുക. ആ ഭഗവാന്റെ ഈ പ്രകൃതി നിശ്ചയത്തിന് നിന്നു കൊടുക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ സത്വഗുണവും കൂടുന്നു, തമോ ഗുണവും കൂടുന്നു, രജോ ഗുണവും കൂടുന്നു. ഓരോ ഗുണങ്ങൾക്കനുസരിച്ച് ചിന്തകൾ മാറുന്നു, ആ ചിന്തയ്ക്കനുസരിച്ച് സൃഷ്ടിയും നടക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഓരോ കുഞ്ഞു മക്കൾ ജനിക്കുമ്പോഴും നമ്മൾ ഏത് സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണോ അവർക്ക് വേണ്ടി ഒന്നായത്, ആ സങ്കല്പമാണ്, ആ സങ്കല്പത്തോടു കൂടിയാണ്, ആ സ്വഭാവത്തോടു കൂടിയാണ് ആ കുഞ്ഞു മക്കൾ ജനിക്കുന്നത്. അതാണ് അവരുടെ ഭാവിയെ നിശ്ചയിക്കുന്നത്. ഇതൊക്കെയാണ്, ഈ യാഥാർത്ഥ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിന് പെട്ടെന്ന് മനസ്സിലാവാനാണ് നമ്മുടെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിൻ്റെ ജനനം തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഉത്തമ ഉദാഹരണമാണ്. മനസ്സിലായില്ലേ?